ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഒത്തിരിയേറെ സ്നേഹത്തോടെ കർത്താവായ ഈശോയുടെ നാമത്തിൽ നിത്യജീവന്റെ സുവിശേഷം ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഒത്തിരിയേറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 8 ദിനങ്ങളിൽ നിത്യതയെക്കുറിച്ചും മരണത്തെക്കുറിച്ചും വിധിയെക്കുറിച്ചും തനത് വിധിയെക്കുറിച്ചും അന്ത്യവിധിയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ കാലഘട്ടത്തിൽ നിത്യജീവന്റെ സുവിശേഷത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ലോകം കണ്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല ക്രൈസ്തവരായ നമ്മൾ. ബെനഡിക്ട് 16 മാർപ്പാപ്പ സഭയ്ക്ക് സമ്മാനിച്ച മനോഹരമായ ചാക്രിക ലേഖനമാണ് മലയാളത്തിൽ പ്രത്യാശയിൽ രക്ഷ എന്നുള്ള ചാക്രിക ലേഖനം. ഈ ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് പറയുകയാണ്, മറ്റ് ജനതകളിൽ നിന്ന് ക്രൈസ്തവരെ വ്യത്യസ്തരാക്കുന്നത് നിത്യതയുടെ ദർശനമാണ്. മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശയാണ്. ഈ ലോകത്തിൽ തീർന്നു പോകാനുള്ളതല്ല നമ്മുടെ ജീവിതം. കർത്താവിൻ്റെ സുവിശേഷത്തിന് നമുക്ക് നൽകാനുള്ള ഏറ്റവും ശക്തമായ സന്ദേശം, ഈ ലോക ജീവിതത്തിനപ്പുറം നിത്യമായൊരു ജീവിതം, എണ്ണിത്തിരിക്കാൻ കഴിയാത്ത നിത്യമായൊരു ജീവിതം നമുക്കുണ്ട് എന്നുള്ള സത്യമാണ്. ജീവിതത്തിന്റെ വ്യഗ്രതകളിലും ലോകമോഹങ്ങളിലും ലോകത്തിന്റെ ഇമ്പങ്ങളിലും സുഖലോലുപതയിലും പെട്ട് ഇന്ന് അസംഖ്യം ആത്മാക്കളെ നിത്യനാശത്തിലേക്ക് പോകുമ്പോൾ സ്വർഗം വേദനിക്കുകയാണ്. ഈ നിത്യസത്യങ്ങൾ മറന്നുകൊണ്ട്, ഈ വിശ്വാസ സത്യങ്ങളെ കുറിച്ച് ബോധ്യമില്ലാതെ ഇന്ന് അനേകം ആയിരങ്ങള് ഈ ലോകത്തിൽ ജീവിക്കുകയാണ്. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു പ്രകടമായ അടയാളമാണ് ഇത്തരത്തിലുള്ള ശുശ്രൂഷകൾ ഈ നാളുകളിൽ നമുക്ക് നൽകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലെ ഒരുപാട് മനുഷ്യര് ചിന്തിക്കുന്നുണ്ട്, സ്വർഗ നരക ശുദ്ധീകരണം ഇതെല്ലാം വെറും സങ്കല്പം മാത്രമാണെന്ന് വിശ്വസിക്കുന്ന അനേകം കത്തോലിക്ക വിശ്വാസികൾ പോലും ഇന്ന് സഭയിലുണ്ട്. സ്വർഗനരക ശുദ്ധീകരണ സ്ഥലങ്ങള് അത് വെറും ഭാവനയാണ്, അതൊരു മിഥ്യാ സങ്കല്പമാണ്, വെറും മനുഷ്യന്റെ സൃഷ്ടിയാണെന്ന് ചിന്തിക്കുന്ന അനേകം ആയിരങ്ങള് ഇന്ന് സഭയ്ക്കുള്ളിൽ തന്നെയുണ്ട്. നമുക്കറിയാം, നിരീശ്വരത്വ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം അവർ പ്രചരിപ്പിച്ച ഒരു പ്രത്യേകമായ പ്രബോധനായിരുന്നു, മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് മതം. ഈ ആശയം ഈ നിരീശ്വര ഗ്രൂപ്പുകള് പ്രചരിപ്പിച്ചതോടെ ക്രൈസ്തവ സഭ ഈ ലോക ജീവിതത്തിനപ്പുറമായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്നതല്ല, ഈ ലോകത്തിന്റെ പ്രശ്നങ്ങളും ഈ ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഇടപെടുന്നതുമാണെന്ന് ലോകത്തിനെ കാട്ടിക്കൊടുക്കുവാൻ വേണ്ടി പലപ്പോഴും ക്രൈസ്തവ സമൂഹം ചെയ്ത പ്രവർത്തനങ്ങളിൽ ഈ അന്ത്യകാല വിഷയത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ പുറകിലോട്ട് പോയി എന്ന് പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ തന്റെ സമാപരണ കാലത്ത് പറയുണ്ടായി. നമുക്കിന്ന് അധികം ഈ അന്ത്യ വിഷയങ്ങളെ കുറിച്ച് കേൾക്കാൻ പറ്റുന്നില്ല. പലർക്കും അത് ഇഷ്ടമല്ല. പ്രിയപ്പെട്ടവരെ, മരണത്തെക്കുറിച്ചും വിധിയെക്കുറിച്ചും തനത് വിധിയെക്കുറിച്ചും അന്ത്യവിധിയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ശരീരത്തിന് ഉയർപ്പിനെ കുറിച്ചുള്ള നിത്യസത്യങ്ങള് ഇന്ന് കേൾക്കുവാൻ അനേകർ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാന മാനസാന്തരം ആവശ്യപ്പെടുകയാണ്, ആഴമേറിയ അനുതാപം ആവശ്യപ്പെടുകയാണ്. എന്റെ സഹോദരി സഹോദരങ്ങളെ, സ്വർഗനരക ശുദ്ധീകരണങ്ങൾ അത് വെറും മനുഷ്യന്റെ സങ്കല്പമല്ല, ഭാവന സൃഷ്ടിയല്ല,
അത് നിത്യസത്യമാണ്. അത് തിരുസഭയുടെ എക്കാലത്തുമുള്ള വിശ്വാസ സത്യമാണ്. ഹല്ലേലൂയ. ഈ വിശ്വാസ സത്യങ്ങൾ നമ്മുടെ ആത്മാവിൽ പ്രകാശിതമാകുവാൻ, നമ്മുടെ കുടുംബങ്ങളിൽ ഈ വെളിപാടുകൾ നിറയുവാൻ, നമ്മുടെ സഭാ കൂട്ടായ്മകൾ, സമർപ്പിത സമൂഹങ്ങളെല്ലാം ഈ അന്ത്യകാല വിഷയത്തോട് ബന്ധപ്പെട്ട സന്ദേശങ്ങളാൽ പൂരിതമാകുവാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്നേഹത്തോടെ ആത്മാവിനെ വിളിക്കുക. യേശു പഠിപ്പിച്ചു, പരിശുദ്ധാത്മാവ് നിങ്ങളെ ബോധ്യപ്പെടുത്തും, നീതിയെ കുറിച്ച് ബോധ്യപ്പെടുത്തും, ന്യായവിധിയെ കുറിച്ച് ബോധ്യപ്പെടുത്തും, അന്ത്യകാല വിഷയങ്ങളെ കുറിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളെ ബോധ്യപ്പെടുത്തും. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഈ വിഷയങ്ങളിൽ നമുക്ക് ബോധ്യങ്ങൾ നൽകുന്നത്. കരങ്ങൾ അല്പം നീട്ടിപ്പിടിച്ച് ഹൃദയം തുറന്നൊരു മനസ്സോടെ നമ്മൾ ആയിരിക്കുന്നിടത്ത് സ്നേഹത്തോടെ വിശ്വാസത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കുക. അന്ത്യകാല വിഷയങ്ങള്, ഈ നിത്യമായ സത്യങ്ങള് കർത്താവിന്റെ ആത്മാവേ ഞങ്ങൾ പ്രകാശിപ്പിക്കണമേ, ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ, ഈ വെളിപാടുകളാൽ ഞങ്ങളെ ഉണർത്തണമേ. ആഗ്രഹിച്ചുകൊണ്ട് വിളിച്ചെല്ലാവരും പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ സംസാരിക്കണമേ. ഇരു കരങ്ങളും ഉയർത്തി നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. നിത്യതയുടെ സന്ദേശങ്ങൾ, നിത്യതയുടെ വെളിപാടുകൾ അസംഖ്യം ആത്മാക്കൾക്ക് പ്രകാശിപ്പിച്ചു നൽകണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ച് പ്രാർത്ഥിക്കുക. കെട്ടുകൾ പൊട്ടട്ടെ, ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, ഹൃദയകാഠിന്യം മാറട്ടെ, ബുദ്ധിയിലുള്ള അന്ധകാരം നീങ്ങട്ടെ, മനസ്സിന്റെ അജ്ഞത നീങ്ങട്ടെ. പരിശുദ്ധാത്മാവേ, ജീവിതങ്ങളെ തൊടുക, ഹൃദയങ്ങളെ തുറക്കുക. സ്പിരിറ്റ് മൂവ്. കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, സമൂഹങ്ങളിൽ, ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ ആത്മാവേ വരണമേ, വരണമേ. എല്ലാവരും ഇപ്രകാരം ഒന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നിത്യതയുടെ ബോധ്യങ്ങളെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, നിത്യതയുടെ വെളിപാടുകൾ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ. കരമടിച്ച് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. ഭൂമിയിൽ നമ്മൾ പരദേശികളാണ്, നമ്മളിവിടെ തീർത്ഥാടനത്തിലാണ്. നമ്മുടെ ശാശ്വതമായ ഭവനം സ്വർഗത്തിലാണ്. നമ്മൾ ഒരുമിച്ച് കരമടിച്ച് പാടുന്നു. ആമേൻ. ഹോളി സ്പിരിറ്റ്. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ചേർന്ന് പാടി. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്റെ കൂടെയുള്ളതാ. പൂർവ്വപിതാക്കന്മാരെ അബ്രഹാം പിതാവേ, ഇസഹാക്ക് പിതാവേ, യാക്കോബ് പിതാവേ, സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും. കർത്താവിന്റെ കരം പിടിച്ച് ഈ വിശ്വാസ യാത്ര മുന്നോട്ട് പോകട്ടെ. മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്ന തന്നവൻ എന്നും ക്ഷേമമായി പാലിക്കുമേ. ഒന്നിനെ കുറിച്ചിനിയും നമ്മൾ ആകുലപ്പെടേണ്ട. ഈശോ ആകുലം ചിന്തയില്ല. ജീവമന്ന തന്നവൻ എന്നും. കാര്യങ്ങൾ ഉയർത്തിയടിച്ചു പാടുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, കർത്താവേ, കൃപ ഒഴുകണമേ, ശക്തി പകരണമേ. കുടുംബങ്ങളിൽ, കുഞ്ഞുങ്ങളിൽ, തലമുറകളിൽ അഭിഷേകം തീരട്ടെ. കൂടെയുള്ളതാ. എന്റെ
ശേഷം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരെയാണ് ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. അക്കരെയാണ് ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സ്വർഗോന്മുഖമായി ജീവിക്കാൻ കൃപ തരണമേ. നിത്യതയെ ദർശിച്ച് ജീവിക്കാൻ കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന്റെ ആത്മാവിനെ വിളിക്കുക. നിത്യതയുടെ ബോധ്യങ്ങൾ, നിത്യതയുടെ വെളിപാടുകൾ നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിക്കട്ടെ. എല്ലാം മറന്ന് കരമുയർത്തി സ്വരമുയർത്തി വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേക തീ, അഭിഷേക തീ കത്തട്ടെ, പ്രവഹിക്കട്ടെ, ശക്തി നിറയട്ടെ, വചനം വ്യാപിക്കട്ടെ, ബന്ധനങ്ങൾ മാറട്ടെ, അന്ധകാരം നീങ്ങട്ടെ, അജ്ഞത നീങ്ങട്ടെ, ദൈവിക വെളിപ്പാടുകൾ, സ്വർഗീയ സന്ദേശങ്ങൾ അനേകം ആത്മാക്കളിൽ നിറയപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. പരിശുദ്ധാത്മാവേ, ഞങ്ങളോട് സംസാരിക്കണമേ. നിത്യതയെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ഇന്ന് നരകത്തെക്കുറിച്ചുള്ള വെളിപാടുകൾ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവേ, ഈ ലോക ജീവിതത്തിൽ നിത്യജീവന്റെ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അതിനുള്ള ശക്തിയും കൃപയും ഞങ്ങൾക്ക് തരണമേ. അമ്മ മാതാവേ, വിശ്വസ പിതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നമുക്ക് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി അമ്മയെ കൂട്ടുപിടിച്ച് അമ്മയോടൊപ്പം നമുക്ക് പ്രാർത്ഥിച്ചു പാടാം. ആവേ ആവേ അമ്മേ അമ്മേ, അമലേ അമലേ മരിയേ. അമ്മയോട് ചേർന്ന് പാടിക്ക എല്ലാവരും. അമ്മേ, അമ്മ മാതാവേ, അമ്മ ഞങ്ങളൊപ്പം ഉണ്ടാകണമേ. ഈ സ്വർഗീയ രഹസ്യങ്ങൾ, ഈ ദൈവിക വെളിപാടുകൾ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ. അമലേ അമലേ മരിയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് വളരെ പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യം അനുഭവിച്ച് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർഗം നൽകുന്ന ഈ സന്ദേശങ്ങൾ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുക. നിത്യജീവന്റെ സുവിശേഷത്തിൽ നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് നരകത്തെക്കുറിച്ചാണ്. നരകമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പലപ്പോഴും പല ഭയങ്ങളും ആശങ്കകളും അസ്വസ്ഥതകളും പലവിധ സംശയങ്ങളൊക്കെ നമ്മുടെ അകത്തോട്ട് കയറി വരാം. പലരുടെ ഉള്ളിലും നരകത്തെക്കുറിച്ച് പലവിധ സംശയങ്ങൾ ആശങ്കകളൊക്കെ ഉണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഹൃദയ തുറവിയോടെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ സന്ദേശങ്ങൾ സ്വീകരിക്കുവാൻ വളരെ താഴ്മയോടെ നമുക്ക് ഈശോയുടെ സന്നിധിയിലായിരിക്കാം. 2008 ഫെബ്രുവരി 7-ാം തീയതി റോമിലെ അവിടെ ഡോൺ ബോസ്കോ അവിടെ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരുന്ന ഒരു വന്യ വൈദികൻ, അദ്ദേഹത്തിൻ്റെ പേര് ഫാദർ പീട്രോ റിഗി എന്നാണ്.
പീറ്റർ റിഗി എന്ന് പറയുന്ന വന്യവൈദികൻ ബെനഡിക്ട് 16 മാർപ്പാപ്പയോട് ചോദിച്ചൊരു ചോദ്യമാണ്. ഇപ്രകാരമാണ് മാർപ്പാപ്പയോട് ചോദിച്ചത്: അങ്ങ് അടുത്ത നാളുകളിൽ അന്ത്യകാല വിഷയങ്ങളെപ്പറ്റി സംസാരിക്കുകയുണ്ടായി. ഈ നാളുകളിൽ അന്ത്യകാല വിഷയങ്ങൾ അധികം ആരും സംസാരിക്കുന്നില്ല എന്ന് വളരെ സങ്കടത്തോടെ പരിശുദ്ധ പിതാവേ അങ്ങ് പറയുകയുണ്ടായല്ലോ. ഇതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് ഞങ്ങളോട് സംസാരിക്കുവാനുള്ളത്? ഫാദർ പീറ്റർ റിഗിയുടെ ചോദ്യത്തിന് മറുപടിയായി ബെനഡിക്ട് 16 മാർപ്പാപ്പ നൽകിയ മനോഹരമായ ഉത്തരമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കുക. മാർപ്പാപ്പ ഇപ്രകാരം ശക്തമായിട്ട് പറയുകയാണ്: എന്തുകൊണ്ടാണ് ഈ അന്ത്യകാല വിഷയങ്ങൾ ഇന്ന് പഠിപ്പിക്കുന്നതിൽ സഭ പലപ്പോഴും പുറകോട്ട് പോകുന്നത്? ഈ വിഷയങ്ങൾ സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, അന്ത്യവിധിയെക്കുറിച്ച്, തനത് വിധിയെക്കുറിച്ച്, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ചുള്ള ഈ അന്ത്യകാല വിഷയങ്ങൾ ഇന്ന് വേണ്ട വിധം സഭയിൽ യഥാവിധി പ്രഘോഷിക്കപ്പെടുന്നില്ല. മാർപ്പാപ്പ ഇപ്രകാരം പറയുകയാണ്. എന്താ മാർപ്പാപ്പ പറഞ്ഞത്? ക്രിസ്ത്യാനികൾ ഈ ഭൂമി അവഗണിച്ച് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ എന്ന മാർക്സിസ്റ്റ് വാദം കേട്ട് നമ്മൾ അന്ധാളിച്ചു പോയി. പ്രവാചക ശബ്ദത്തോടെ മാർപ്പാപ്പ പറയാണ്, അങ്ങനെ നമ്മൾ ഭൂമിയുടെ മേൽ പ്രതിജ്ഞാബദ്ധരാണെന്നും വിദൂരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് പറയുന്നവരല്ലെന്നുമെന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചു. തുടർന്ന് മാർപ്പാപ്പ പറയുകയാണ്, ബെനഡിക്ട് 16 മാർപ്പാപ്പ പറയാണ്, ഇന്ന് ക്രിസ്ത്യാനികള് ഈ ലോക ജീവിതത്തിന് വേണ്ടി, ഭൂമിക്ക് വേണ്ടി മാത്രം പണിയെടുക്കുന്നവരാണെന്ന് എന്നുള്ള മാർക്സിസ്റ്റ് വാദം കേട്ട് നമ്മൾ ഈ ചിന്താഗതിയിൽ മാറിപ്പോകാൻ പലപ്പോഴും ഈ അന്ത്യകാല വിഷയങ്ങളെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കാതെ വരികയാണ്. അപ്പൊ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വളരെ ആധികാരികമായി ബെനഡിക്ട് 16 മാർപ്പാപ്പ ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുകയാണ്. പലപ്പോഴും നമുക്ക് ഈ അന്ത്യകാല വിഷയങ്ങളെ കുറിച്ച് ഇന്ന് ധ്യാനിക്കുവാൻ, ചിന്തിക്കുവാൻ പലർക്കും താല്പര്യമില്ല. എന്നാൽ ഈ നാളുകളിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഗ്രഹിക്കേണ്ടതുമായ വിഷയങ്ങളാണ് ഈ നിത്യതയോട് ബന്ധപ്പെട്ട ഈ പഠനങ്ങളും പ്രബോധനങ്ങളെല്ലാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നരകമെന്ന് കേൾക്കുമ്പോൾ നമ്മൾ അനേകരിന്ന് ഭയപ്പെടെ അസ്വസ്ഥപ്പെടുകയാണ്. എന്നാൽ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുക, നരകം മനുഷ്യർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ളതല്ല. നരകം മനുഷ്യർക്കായി സജ്ജമാക്കപ്പെട്ടിട്ടുള്ളതല്ല. എന്താണ് നമ്മുടെ കർത്താവിന്റെ ആഗ്രഹം? ഇന്ന് പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് നമ്മെ നരകത്തിൽ തള്ളിയിടാൻ, അല്ലെങ്കിൽ നമ്മളെ നരകത്തിൽ എത്തിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു എന്നുള്ള ഈ സാഡിസ്റ്റ് ചില ചിന്താഗതികളൊക്കെ ഇന്ന് അനേകരുടെ മനസ്സിലുണ്ട്. മനുഷ്യനെ ഉപദ്രവിക്കാൻ മാത്രമാണ് ദൈവം കരുതിയിരിക്കുന്നത്. മനുഷ്യൻ ശിക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ളവനാണ് ദൈവം. മനുഷ്യനെ ദ്രോഹിക്കാനുള്ളവനാണ് ദൈവം എന്നൊക്കെ ചിന്തിക്കുന്ന ഈ സാഡിസ്റ്റ് ചിന്തകള്, ഇതൊരിക്കലും പരിശുദ്ധാത്മ എന്നുള്ളതല്ല. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം പൈശാചികമായ ചിന്തകളാണ്. നമ്മുടെ കർത്താവ് എന്താ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? ഒരുവൻ പോലും നശിച്ചു പോകാൻ, ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ പോലും, അതെത്ര വലിയ കഠിന പാപിയായിക്കൊള്ളട്ടെ, ഒരു മനുഷ്യൻ പോലും നരകത്തിൽ പോകാൻ ആഗ്രഹിക്കാത്തവൻ നമ്മുടെ കർത്താവ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഈ സത്യം സഭയെ പഠിപ്പിക്കുന്നുണ്ട്. തിമോഥെയോസിന് 1 ലേഖനം, അവിടെ 2 അധ്യായം 4 വചനത്തിൽ എന്താണ് പരിശുദ്ധാത്മ പറയുന്നത്? എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് കർത്താവിന്റെ ആഗ്രഹം? സകല മനുഷ്യർ, ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകാൻ, ഒരു മനുഷ്യൻ പോലും നിത്യമായ ശിക്ഷയ്ക്ക് അർഹയായി തീരാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. സകല മനുഷ്യരും, എല്ലാ മനുഷ്യരും
രക്ഷപ്പെടണമെന്നാണ് കർത്താവിന്റെ മനസ്സ്. പത്രോസ് അപ്പോസ്തലൻ ഇതേ സത്യം പഠിപ്പിക്കുന്നുണ്ട്. താൻ എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 9-ാം വചനത്തിൽ. അവിടെ എന്താ പത്രോസിലേക്ക് പറയുന്നത്? ദൈവഭയം. പത്രോസിൽ എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 9-ാം വചനത്തിൽ പറയാണ്, ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ. ശ്രദ്ധിക്കണം എന്റെ സഹോദരി സഹോദരങ്ങളെ, ആരും നശിച്ചു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും അനുതപിച്ച് മാനസാന്തരപ്പെട്ട് നിത്യജീവൻ പ്രാപിക്കണമെന്നും നിത്യസൗഭാഗ്യം പ്രാപിക്കണമെന്നാണ് കർത്താവിന്റെ തിരുഹിതം. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് വചനത്തിലോട്ട് വരാം. യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നുണ്ട്, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ സകലരും നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതന് നൽകാൻ തക്കവിധം ദൈവലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആരും നശിച്ചു പോകാതെ സകല മനുഷ്യരും, എല്ലാ ഗോത്രങ്ങളും, എല്ലാ ഭാഷക്കാരും, എല്ലാ ജനതകളും, സകല ജനപദങ്ങളും കർത്താവായ യേശുവിന്റെ നിത്യരക്ഷ സ്വന്തമാക്കാൻ, നിത്യജീവൻ സ്വന്തമാക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ആരുടെയും നാശത്തിൽ കർത്താവ് സന്തോഷിക്കുന്നില്ല. നമ്മൾ ആരും നരകത്തിൽ പോകാൻ കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ഹെബ്രായ പുസ്തകം 2-ാം അധ്യായം 3-ാം വചനത്തിൽ ദൈവത്തിന്റെ ജീവനുള്ള വചനം പറയുകയാണ്. നിങ്ങൾ ആ വചനങ്ങളൊക്കെ ശ്രദ്ധിക്കണം ദൈവമക്കളെ. ഹെബ്രായ പുസ്തകം 2:3 പറയുന്നു, ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കപ്പെടും? സ്വന്തം രക്തത്താൽ യേശു നേടിത്തന്ന സമ്പൂർണമായ രക്ഷ മനുഷ്യവർഗ മുഴുവന്റെയും പാപപരിഹാര ബലിയായി യേശു മാറുകയാണ്. തന്റെ പാപപരിഹാര ബലിയിലൂടെ നമുക്ക് നേടിത്തന്ന നിത്യമായ രക്ഷ നമ്മൾ ബോധപൂർവം അവഗണിച്ച് ആ രക്ഷയെ ചവിട്ടിക്കളഞ്ഞ് പിശാചിന് കരം കൊടുത്ത് അനുതാപമില്ലാതെ മാനസാന്തരമില്ലാതെ ഈ ലോകത്തിന്റെ സകല സുഖഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവസാന അവസരം വരെ കർത്താവ് തന്നിട്ടും അതെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തി ഞാൻ നരകത്തിലേക്ക് ഞാൻ നരകം തെരഞ്ഞെടുത്തിരിക്കുകയാണ്, എനിക്ക് രക്ഷ വേണ്ട, എനിക്ക് യേശുവിനെ വേണ്ട, നിത്യജീവൻ വേണ്ട എന്ന് ബോധപൂർവം ആരൊക്കെ അവഗണിക്കുന്നുവോ അവിടെ കർത്താവിനൊന്നും ചെയ്യാൻ സാധ്യമല്ല. അവിടെ കർത്താവ് നമ്മുടെ മുമ്പിൽ തോറ്റുപോകും. അതുകൊണ്ട് സഭാപിതാവ് ശക്സിനോസ് പറഞ്ഞേ, നിന്റെ സമ്മതം കൂടാതെ നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവത്തിന് നിന്റെ സമ്മതം കൂടാതെ നിന്നെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. നമ്മളെ രക്ഷിക്കുവാൻ കർത്താവിന് നമ്മുടെ അനുവാദം വേണം ദൈവമക്കളെ. അപ്പൊ കർത്താവ് നമുക്ക് നേടിത്തന്ന സമ്പൂർണമായ രക്ഷയെ ഈ ലോകത്തിന്റെ മ്ലേച്ഛതയ്ക്കും സുഖഭോഗങ്ങൾക്കും വേണ്ടി ഞാനും നിങ്ങളും ബോധപൂർവം അവഗണിക്കുമ്പോൾ, നെഗ്ലക്ട് ചെയ്യുമ്പോൾ, അതിനെ ചവിട്ടിക്കളയുമ്പോൾ, അനുതാപമില്ലാതെ മാനസാന്തരമില്ലാതെ നാം മുന്നോട്ട് പോകുമ്പോൾ നാം എത്തിച്ചേരുന്ന സ്ഥലം ഈ നരകം തന്നെയാണ്. അപ്പൊ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, നരകം അത് നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ളതല്ല. നമ്മൾ ആരും നരകത്തിൽ പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ സമ്പൂർണമായ രക്ഷയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇത് നമ്മുടെ ഹൃദയത്തിൽ കോൺക്രീറ്റ് പോലെ അങ്ങ് ഉറയ്ക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പിന്നെ നരകം ആർക്കുള്ളതാണ്? ആർക്ക് വേണ്ടിയാണ് നരകം സജ്ജമാക്കപ്പെട്ടിരിക്കുന്നത്? ദൈവത്തിന് തിരുവെഴുത്ത് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. വെളിപാടിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവിടെ 20-ാം അധ്യായത്തിൽ 10-ാമത്തെ വചനം നമുക്ക് എടുക്കാം. വെളിപാട് പുസ്തകം 20:10 എന്താ നാം കാണുന്നത്? അവരെ വഴിതെറ്റിക്കുന്ന പിശാചാകട്ടെ മൃഗവും വ്യാജ പ്രവാചകനും വസിച്ചിരുന്ന ഗന്ധകാഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഗന്ധക തടാകത്തിലേക്ക് എറിയപ്പെട്ടു. അപ്പൊ ശ്രദ്ധിക്കണം, പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കപ്പെട്ടിട്ടുള്ളതാണ്
നരകം, നിത്യമായ നരകം. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ ദൈവമക്കളെ, രക്ഷയെ ബോധപൂർവം ആരെല്ലാം അവഗണിക്കുന്നുവോ, എനിക്ക് യേശു വേണ്ട, എനിക്ക് നിത്യജീവൻ വേണ്ട എന്ന് ആരെല്ലാം ബോധപൂർവം ഈ രക്ഷയെ അവഗണിക്കുന്നുവോ, അവര് ഈ നിത്യ നരകത്തിന് അർഹരായി തീരുകയാണ്. കർത്താവല്ല തള്ളിവിടുന്നത്, അതവർ സ്വയം ഏറ്റെടുക്കുന്ന ശിക്ഷാവിധിയാണ്. അത് നമ്മൾ തന്നെയാണ് ഇത് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിനോട് ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ ചിന്തിക്കാൻ പോവാണ്. അതിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഒന്നാമത്തെ കാര്യമാണ്. നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നരകം ഉണ്ടോ. നരകത്തെക്കുറിച്ചുള്ള 3 ചോദ്യങ്ങളാണ്. ഒന്ന്, നരകമുണ്ടോ? അവിടെ സഹിക്കേണ്ടി വരുന്ന പീഡനങ്ങൾ നിത്യമാണോ? അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ചോദ്യം, നരകത്തിലെ പീഡനങ്ങളുടെ സ്വഭാവം എന്താണ്? ഇതിനെക്കുറിച്ച് സ്നേഹബഹുമാനപ്പെട്ട ഷാർലച്ചൻ നാളെ ആധികാരികമായി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ശക്തിയോടെ ഈ സന്ദേശം നമ്മളെ പഠിപ്പിക്കും. മൂന്നാമത്തേത്, ദൈവത്തിന്റെ കരുണയ്ക്ക് നീതി എന്ന ആശയവുമായി പൊരുത്തപ്പെടാനും അതുവഴി പ്രായശ്ചിത്തം അനുഷ്ഠിക്കാനും കഴിയുമോ? അപ്പൊ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, നമ്മൾ ഇന്ന് ഈ സമയം ചിന്തിക്കുന്നത് നരകമുണ്ടോ, അത് നിത്യമാണോ? ഈ ഒരു ചോദ്യമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് സഭ എന്താണ് പഠിപ്പിക്കുന്നത്? നമുക്ക് തിരുസഭയിലേക്ക് കടന്നു വരാം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1033 ഇപ്രകാരം സഭ പറയുകയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1033 എന്താ സഭ പറയുന്നത്? മനസ്സപിച്ച് ദൈവത്തിന്റെ കരുണാദ്ര സ്നേഹം സ്വീകരിക്കാതെ മാരക പാപത്തിൽ മരിക്കുക എന്നതിനർത്ഥം നമ്മുടെ സ്വതന്ത്രമായ തീരുമാനപ്രകാരം എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുക എന്നതാണ്. ദൈവത്തോടും വാഴ്ത്തപ്പെട്ടവരോടുമുള്ള സംസർഗത്തിൽ നിന്ന് സുനിശ്ചിതമായി നമ്മെ തന്നെ വേർപ്പെടുത്തി നിർത്തുന്ന അവസ്ഥയെ നരകം എന്ന് വിളിക്കുന്നു. കത്തോലിക്ക സഭയുടെ പ്രബോധന അധികാരം ശക്തമായി പറയുകയാണ്, ദൈവത്തോടും അവിടുത്തെ വാഴ്ത്തപ്പെട്ടവരോടുമുള്ള അപരിപൂർണമായ വേർപാട് ഇതിനെ നരകം എന്ന് വിളിക്കുകയാണ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതല്ല നരകം. പിശാചിനും അവന്റെ ദൂതന്മാർക്കുള്ളതാണ്. എന്നാൽ രക്ഷ ആരെല്ലാം ബോധപൂർവ്വം അവഗണിക്കുന്നുവോ അവരെല്ലാം ഈ നിത്യ നരകത്തിൽ ചെന്ന് പതിക്കുകയാണ്. ഇതിനെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1037 എന്താ സഭ പറയുന്നത്? 1037 എടുക്കുക. അവിടെ എന്താ സഭ പറയുന്നത്? നരകത്തിൽ പോകാൻ ആരെയും ദൈവം മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ. നരകത്തിൽ പോകാൻ ആരെയും ദൈവം മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല. കാരണം അത് ദൈവത്തിൽ നിന്ന് മനഃപൂർവ്വമുള്ളൊരു പിന്തിരിയിലും അവസാനം വരെ അതിൽ ഉറച്ചു നിൽക്കലും അത്യാവശ്യമാണ്. അപ്പൊ ശ്രദ്ധിക്കണം ദൈവമക്കളെ, നമ്മൾ ആരും നരകത്തിൽ പോകാൻ സ്നേഹം മാത്രമായ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാനും നീയും തെരഞ്ഞെടുക്കുകയാണ് എന്ത്? എനിക്ക് നരകം മതി, എനിക്ക് സ്വർഗം വേണ്ട, എനിക്ക് നിത്യജീവൻ വേണ്ട, എനിക്ക് യേശുവിനെ വേണ്ട, എനിക്ക് പാപസുഖങ്ങൾ മതി, ജഡീകതകൾ മതി, ഈ ലോകത്തിന്റെ സുഖലോലുപത മതി എന്ന് ചിന്തിച്ച് എന്ന് വിചാരിച്ച് ഈ ജഡീകമായ ഈ പാപങ്ങളിലെല്ലാം ഞാൻ മുഴുകി ബോധപൂർവം എൻ്റെ കർത്താവ് എനിക്കായി നേടിത്തന്ന രക്ഷയെ ഞാൻ അവഗണിക്കുമ്പോൾ ഞാൻ നരകം തെരഞ്ഞെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാ സത്യം സംഭവിക്കുന്നത്. അതാണ് സഭ പറയുന്നത്. ദൈവം ആരെയും നരകത്തിലേക്ക് തള്ളിയിടാൻ ആഗ്രഹിക്കുന്നില്ല. ആരും നരകത്തിൽ പോകാൻ ദൈവം മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല. ദൈവത്തോടും അവിടുത്തെ വാഴ്ത്തപ്പെട്ടവരോടുമുള്ള നിത്യമായ വേർപെടലാണ് നരകം. ഇതിനെയാണ് നരകം എന്ന് വിളിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, ഈ നരകത്തെക്കുറിച്ച് നമ്മുടെ കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? കർത്താവിന് കള്ളം പറയേണ്ട ആവശ്യമുണ്ട്. ഇന്ന് പലരും ചെയ്ത് നരകോ, അത് വേറൊരു സങ്കല്പമാണ്. നരകം കെട്ടുകഥയാണ്, അത് മുത്തശ്ശി കഥ പോലെ. അത് മനുഷ്യൻ നന്നായി നടക്കാൻ മതം കണ്ടുപിടിച്ച സൂത്രമാണ് എന്ന് ചിന്തിക്കുന്ന അനേകം ആയിരങ്ങൾ ഇന്ന് സഭയ്ക്കുള്ളിൽ തന്നെയുണ്ട്.
നരകത്തിൽ വിശ്വാസമില്ലാത്ത പല ബഹുമാനപ്പെട്ട വൈദികർ പോലുമുണ്ട്. നരകം വിശ്വസിക്കാത്ത അനേകം വിശ്വാസികളുണ്ട്. നരകം വിശ്വസിക്കാത്ത ഒരുപാട് സഭാമക്കള് സഭയ്ക്കുള്ളിൽ തന്നെയുണ്ട്. ഞാൻ ഈ ശുശ്രൂഷ ആരംഭത്തിൽ പറഞ്ഞു, സ്വർഗ നരക ശുദ്ധീകരണ സ്ഥലങ്ങള് ഒരു സങ്കല്പമല്ല, അതാരുടെയും ഭാവന സൃഷ്ടിയല്ല, അതൊരു മിഥ്യാധാരണയല്ല, അത് നിത്യസത്യമാണ്. അത് തിരുസഭയുടെ എക്കാലത്തെയുമുള്ള വിശ്വാസ സത്യങ്ങളാണ്. ഹല്ലേലൂയ. ഈ നരകത്തെ കുറിച്ച് എന്താണ് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്? എല്ലാവരും ശ്രദ്ധിക്കണം. സാധിക്കുന്നവരൊക്കെ വചനങ്ങൾ നിങ്ങൾ കോട്ട് ചെയ്യണം. ഇതൊക്കെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. സഭ എന്താണ് പറയുന്നത്, മാർപ്പാപ്പന്മാരെന്താണ് പറയുന്നത്, നമ്മൾ ആധികാരികമായി പഠിപ്പിക്കുക. എന്തെങ്കിലും ചുമ്മാ ചില വെളിപാടുകൾ പറയല്ല ദൈവമക്കളെ. ദൈവവചനത്തിന്റെ ആധികാരികത, സഭയുടെ പ്രബോധന അധികാരം, മാർപ്പാപ്പന്മാരുടെ ടീച്ചിങ്സ്, വിശുദ്ധാത്മാക്കളുടെ സാക്ഷ്യങ്ങള്, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിശ്വാസ സത്യം നമ്മൾ ചിന്തിക്കുന്നത്. എന്താണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്? കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 5:22 വരാം. മത്തായിയുടെ സുവിശേഷം 5:22 എന്താ ഈശോ പറഞ്ഞു? ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായി. എല്ലാവരും ശ്രദ്ധിച്ചത് കർത്താവിന്റെ തിരുവചനമാണ്. വിഡ്ഢി എന്ന് തന്റെ സഹോദരനെ സഹോദരിയെ ആരോ വിഡ്ഢി എന്ന് വിളിക്കുന്നുവോ അവനും അവളും നരകാഗ്നിക്ക് ഇരയായി തീരും. എല്ലാവരും പറഞ്ഞേ നരകാഗ്നിക്ക്. പറഞ്ഞേ നരകാഗ്നിക്ക്. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ നരകാഗ്നിക്ക്. നരകാഗ്നിക്ക്. ഇത് ഈശോയുടെ വചനമാണ്. ഇത് മാറ്റമില്ലാത്ത വചനമാണ്. കർത്താവ് കൃത്യമായി പറയാ, നരകാഗ്നി, നരകമുണ്ട്, നരകാഗ്നി. വീണ്ടും മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 29-30 വചനങ്ങൾ പെട്ടെന്ന് പോകാം. എന്താണ് പരിശുദ്ധാത്മ പറയുന്നത്? വലത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് ചുഴന്നെടുത്ത് എറിഞ്ഞു കളയുക. ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നത്. ഈശോ ഇത് കെട്ടുകഥയല്ല, ഇത് ഒരു സങ്കല്പമല്ല, ഇത് ആരുടെയോ ഒരു മിഥ്യാധാരണയല്ല. സാക്ഷാൽ ദൈവമായ ദൈവപുത്രനായ സർവശക്തനായ സർവാധിപനായ സർവജ്ഞാനിയായ കർത്താവ് പറയാണ്. എന്താ കർത്താവ് പറയുന്നത്? ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുകയാണ്. വീണ്ടും 30-ാമത്തെ വചനം, വലതുകരം നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക. ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് നരകത്തിൽ പതിക്കുക. കർത്താവ് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറയാ. വളച്ചൊടിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞല്ല കർത്താവ് പറയുന്നത്. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കൃത്യമായി പറയാണ്, നരകത്തിൽ നിബന്ധിക്കാതിരിക്കാൻ, നരകാഗ്നിക്ക് അർഹനായി തീരാതിരിക്കാൻ. അപ്പൊ ഈശോ വ്യക്തമായി പറഞ്ഞു, നരകമുണ്ട്, നരകമുണ്ട്. സ്വർഗമുണ്ടെങ്കിൽ നരകവുമുണ്ട്. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 5-ാം വചനത്തിൽ എന്താണ് ഈശോ പഠിപ്പിച്ചത്? എല്ലാവരും ഒരുമിച്ച് വചനം വായിക്കണം. എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുക. അപ്പൊ ഈ ലോക ജീവിതത്തിൽ കർത്താവിനെ ഭയപ്പെട്ട്, കർത്താവിനെ സ്നേഹിച്ച്, കർത്താവിനെ ആരാധിച്ച്, കർത്താവിനോട് ഐക്യപ്പെട്ട്, അവിടുത്തെ പരിശുദ്ധിയിൽ, കർത്താവിന്റെ കൃപയിൽ, കർത്താവിന്റെ സ്നേഹത്തിൽ, കർത്താവിന്റെ വിശ്വസ്തയിൽ ജീവിക്കുവാൻ വിളി ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഈശോ പറയാണ്. എന്താ ഈശോ പറയുന്നത്? ശരീരത്തിൽ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. എന്നാൽ കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ള ദൈവത്തെ ഭയപ്പെടുവീൻ. ഹല്ലേലൂയ. പവർ പവർ പവർ. ഇത് ഈശോയുടെ പ്രബോധന ദൈവമക്കളെ. വീണ്ടും എന്താ കർത്താവ് പഠിപ്പിച്ചത്? മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 42-ാം വചനത്തിൽ യേശു വ്യക്തമായി പറഞ്ഞു. എന്താ ഈശോ പറഞ്ഞത്? അവരവന്റെ രാജ്യത്ത് നിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി
അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. നരകത്തിന്റെ അഗ്നികുണ്ഡത്തിലേക്ക് എറി. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. അഗ്നികുണ്ഡത്തിലേക്ക് എറി. അവിടെ ഈശോ വ്യക്തമായി പറഞ്ഞു, അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെടും. വീണ്ടും ശമത്തായുടെ സുവിശേഷം 13-ാം അധ്യായം 49-ാം വചനത്തിൽ എന്താണ് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചത്? ഇത് കർത്താവിന്റെ പ്രബോധന. യുഗാന്തത്തിലും ഇതുപോലെ സംഭവിക്കും. ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അഗ്നികുണ്ഡത്തിലേക്ക് എറിയും. എല്ലാവരും പറഞ്ഞ് അഗ്നികുണ്ഡത്തിലേക്ക്. ആരാ പോകുന്നത്? രക്ഷയെ ബോധപൂർവം അവഗണിക്കുന്നവരെ. എനിക്ക് ഈശോ വേണ്ട, ഈശോ നേടിത്തന്ന നിത്യമായ രക്ഷ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അത് ബോധപൂർവം തള്ളിക്കളഞ്ഞവരാണ് അഗ്നികുണ്ഡത്തിൽ പ്രവേശിക്കപ്പെടുന്നത്. അതുകൊണ്ട് ജാഗ്രതയോടെ ഈ ലോക ജീവിതത്തിൽ ഞാനും നിങ്ങളും ജീവിക്കാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. ശമത്തായുടെ സുവിശേഷം 23:15 എന്താ ഈശോ പറഞ്ഞത്? 23:15 കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം. ഒരുവനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു. ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾ അവനെ നിങ്ങളുടെ ഇരട്ടി നരകസന്തതിയാക്കുന്നു. വീണ്ടും മത്തായിയുടെ സുവിശേഷം 23:33 വാ. 23:33 അവിടെ എന്താ കർത്താവ് പഠിപ്പിക്കുന്നത്? സർപ്പങ്ങളെ, അണലി സന്തതികളെ, നരകവിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? എത്ര കൃത്യമായ എത്ര വചനങ്ങളെ ദൈവമക്കളെ! ഇതെല്ലാം നരകത്തെ കുറിച്ച് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. വിശുദ്ധനായ ഇഗ്നേഷ്യസ് ലോയോള പറഞ്ഞൊരു കാര്യമുണ്ട്. നരകം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആരും ഭയപ്പെടേണ്ട. കാരണം നരകത്തെ കുറിച്ചുള്ള ചിന്ത വിശുദ്ധിയോടെ ജീവിക്കുവാനുള്ള കൃപയിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. സഭയിലെ മഹാവിശുദ്ധൻ പറയാണ്, നരകത്തെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ വളരെ ഫലപ്രദമായി ഞാൻ കണ്ടിട്ടുണ്ട്. അടിസ്ഥാന മാനസാന്തരം ഉണ്ടാകുവാൻ, ജനം അനുദപിക്കുവാൻ, ദൈവത്തിലേക്ക് തിരിയുവാൻ, പാപം ഉപേക്ഷിക്കുവാൻ ഈ നരകത്തെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ വളരെ ഫലവത്തായി തീരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വിശുദ്ധനായ ഇഗ്നേഷ്യസ് ലോയോള പറയുക. ഇന്ന് ഇതിനെക്കുറിച്ച് അധികം ആരും പറയുന്നില്ല, നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും ഭൗതികതയെ പറ്റിയുള്ള പ്രസംഗങ്ങള്, ഈ ലോകത്തിന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള പ്രസംഗങ്ങള്, ഈ ലോകത്തിൽ ഞാനും നിങ്ങളും നേടിയെടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് പ്രസംഗിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിത്യതയെ കുറിച്ചുള്ള ബോധ്യങ്ങൾ ഉണ്ടാകണം, നിത്യതയെ കുറിച്ചുള്ള വെളിപാടുകൾ ഉണ്ടാകണം, നിത്യതയെ കുറിച്ചുള്ള ദർശനങ്ങൾ നമുക്കുണ്ടാകണം. സഭയിൽ മറ്റൊരു മഹാവിശുദ്ധനാണ് വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധനായ ജോൺ മരിയ വിയാനി. വിശുദ്ധനായ ജോൺ മരിയ വിയാനി എന്താണ് നരകത്തെ കുറിച്ച് പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ചിന്ത എന്തായിരുന്നു? ഞാനത് വായിച്ച് അത്ഭുതപ്പെട്ടു പോയി. ഈ ദിനങ്ങളിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന നിരവധി ആത്മാക്കളെ കാണുമ്പോൾ ഞാൻ ഭയത്താൽ വിറയ്ക്കുന്നു. ശീതകാലത്തിന് മുൻപായി മരങ്ങളിൽ നിന്ന് പൊഴിയുന്ന ഇലകൾ പോലെയാണ് അവർ നരകത്തിൽ പതിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല വിന്റർ സീസൺ, നല്ല തണുപ്പ് കാലം യൂറോപ്പിലൊക്കെ ചിലവ് കാണാൻ പറ്റും. അത് വരുന്നേക്ക് മുമ്പ് ഈ മരത്തിൽ നിന്ന് അതിൻ്റെ പച്ച ഇലകളൊക്കെ അത് മഞ്ഞ നിറമായിട്ട് മാറി, പിന്നെ ആ ഇലകളെല്ലാം കൊഴിഞ്ഞു പോകും. ഇതുപോലെയാണ് അനേകം ആത്മാക്കള് നിത്യനരകത്തിലേക്ക്, നിത്യനാശത്തിലേക്ക് പോകുന്നത്. വളരെ വേദനയോടെ, ഹൃദയ തകർച്ചയോടെ വിശുദ്ധനായ ജോൺ മരിയ വിയാനി പറയാണ്. ശ്രദ്ധിക്കണം ദൈവമക്കളെ, ശ്രദ്ധിക്കണം. വീണ്ടും കർത്താവ് പഠിപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം 8:12 എന്താണ് ഈശോ പറഞ്ഞ നരകത്തെ കുറിച്ച്? മത്തായിയുടെ സുവിശേഷം 8:12 നമുക്ക് ശ്രദ്ധിക്കാം. രാജ്യത്തിന്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും. കഠിനമായ കഠോരമായ അന്ധകാരത്തിന്റെ ഇടമാണ് നരകം. യേശു പറഞ്ഞു, അന്ധകാരം നിബിഡമായ ഇടത്തേക്ക് അവരെറിയപ്പെടും. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 23 മുതൽ 30 വരെയുള്ള വചനങ്ങളിൽ ധനവാന്റെ ലാസറിന്റെ ഉപമയിലൂടെ നരകത്തിന്റെ യാഥാർത്ഥ്യവും അസ്തിത്വവും ഈശോ അംഗീകരിക്കുകയാണ്. ഈശോ സ്ഥിരീകരിക്കുകയാണ്.
ഈശോ സാക്ഷ്യപ്പെടുത്തുകയാണ്, നരകം യാഥാർത്ഥ്യമാണ്, നരകത്തിന്റെ അസ്തിത്വം, നരകത്തിന്റെ ആ നിലനിൽപ്പ്, നരകമെന്ന ആ നിത്യസത്യം ഈശോ അംഗീകരിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 23 മുതൽ 30 വരെയുള്ള വചനങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ നമുക്കിത് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഒരു ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കി പുഞ്ചിരിച്ച് സ്നേഹത്തോടെ കരങ്ങളോട് പറഞ്ഞേ, നരകം ഒരു നിത്യ സത്യമാണ്. ഒന്ന് പരസ്പരം പറഞ്ഞേ, നരകം ഒരു നിത്യ സത്യമാണ്. ദൈവമക്കളെ, സഭാപിതാവായ വിശുദ്ധ ബേസിൽ പ്രകാരം നരകത്തെ കുറിച്ച് പറയാ. സഭയിൽ വലിയ സഭാപിതാവാണ് വിശുദ്ധനായ ബേസിൽ പിതാവ്. എന്താ സഭ ഈ നരകത്തെ കുറിച്ച് പറഞ്ഞത്? വളരെ നല്ല ഒരു പ്രസ്താവന, എല്ലാവരും ശ്രദ്ധിക്കണം. അത് നരകം ഒരിക്കലും ആകർഷകമാകില്ല. നമുക്കറിയാം, നാളെ കൂടുതൽ പഠിക്കും നമ്മൾ. നരകം ഒരിക്കലും ആകർഷകമാകില്ല. കാരണം വിലാപം, പല്ലുകടി, കഠിനമായ അന്ധകാരം, കെടാത്ത തീ, അഗ്നി തടാകം, നിത്യമായ ശിക്ഷ, നിത്യമായ നാശം. ഒരിക്കലും നരകം ആകർഷകമല്ല. അതുകൊണ്ട് പിശാച് എടുക്കുന്ന തന്ത്രം എന്താ? പിശാചിന്റെ ചതി എന്താ? സാത്താൻ ഒരുക്കുന്ന ട്രാപ്പ്, അവന്റെ കെണി എന്താ? അതിനാൽ അവിടേക്ക് നയിക്കുന്ന മാർഗം പിശാചെ ആകർഷകമാക്കുന്നു. ഹല്ലേലൂയ. നരകം ഒട്ടും ആകർഷകമല്ല. അതുകൊണ്ട് നരകത്തിലേക്ക് ചില കമ്പനികൾ കണ്ടിട്ടില്ല, ചില പ്രൊഡക്റ്റുകൾ വാങ്ങാൻ ഭയങ്കരമായ പരസ്യങ്ങളാ, ആകർഷകമായിട്ടുള്ള പരസ്യങ്ങൾ. ഈ പരസ്യം കാണുമ്പോൾ ആ പ്രൊഡക്റ്റ് വാങ്ങാൻ നമ്മൾ അങ്ങ് അട്രാക്ട് ചെയ്യപ്പെടുകയാണ്. ഇതുപോലെ ഇന്ന് പിശാച് പ്രവർത്തിക്കുന്നത്, ഇത് സാത്താന്റെ കൊടും ചതിയായത്. ആത്മാക്കൾ മനസ്സിലാക്കുന്നില്ല, നമ്മളിത് തിരിച്ചറിയുന്നില്ല. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ്, മനസ്സിൽ അജ്ഞത ബാധിച്ച്, ഹൃദയം കഠിനമായി പിശാചിന്റെ ഇഷ്ട നിർവഹണത്തിനായി ഞാനും നിങ്ങളും ഇന്ന് പലപ്പോഴും ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ശ്രദ്ധിക്കണം ദൈവമക്കളെ. വിശുദ്ധനായ ബേസിൽ സഭാപിതാ പറയാ, അതുകൊണ്ട് പിശാച് നരകത്തിലേക്കുള്ള ആ വഴി വളരെ ആകർഷകമാക്കുക. അതല്ലേ ജഡികസ്, ഭയങ്കര ആകർഷകമല്ലേ? ജഡികസുഖം, മദ്യം, സെക്സ്, ഈ ലോകത്തിന്റെ ഇമ്പങ്ങള്, നിറങ്ങള്, വർണ്ണങ്ങള്, ഇങ്ങനെ പലതും. ആ കൊതി, ആ നിറങ്ങളും വർണ്ണങ്ങളൊക്കെ കാണിച്ച് മനുഷ്യനെ കൊതിപ്പിച്ച് ആകർഷകമാക്കി അവനെ അവളെയും നിത്യനരകത്തിൽ കൊണ്ടെത്തിക്കുക. വിശുദ്ധ ബൈസിലിന്റെ വാക്കുകള് എത്ര കൃത്യമാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. ഒരു ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കുക, ഈ നരകത്തെ കുറിച്ച് സഭ എന്താ, തിരുസഭ എന്താ പഠിപ്പിക്കുന്നത്? സഭയുടെ പ്രബോധനം ശ്രദ്ധിക്കണം നിങ്ങൾ. സഭയുടെ പ്രബോധനം ശ്രദ്ധിക്കണം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1035 സഭ ആധികാരികമായി തൻ്റെ മക്കളെ പഠിപ്പിക്കുക, സഭാമാതാവ് പഠിപ്പിക്കുകയാണ്. എല്ലാവരും ഒരുമിച്ച് വായിച്ച്. നരകത്തിന്റെ അസ്തിത്വത്തെയും അതിന്റെ നിത്യതയെയും സഭയുടെ പ്രബോധനം സ്ഥിരീകരിക്കുന്നു. മാരക പാപത്തിന്റെ അവസ്ഥയിൽ മരിക്കുന്നവരുടെ ആത്മാക്കൾ മരിച്ചാലുടനെ നരകത്തിലേക്ക് പതിക്കുന്നു. അവിടെ അവർ നിത്യാഗ്നിയായ നരകപീഡനങ്ങൾ അനുഭവിക്കും. ശ്രദ്ധിക്കണമേ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ശ്രദ്ധിക്കുക. ഇത് സഭയുടെ മതബോധന ഗ്രന്ഥമാണ്. എന്താണ് സഭ മാതാവ് പഠിപ്പിക്കുന്നത്? ഒന്നും കൂടി ആ ടൈറ്റിൽ കാണിച്ച്. നരകത്തിന്റെ അസ്തിത്വത്തെയും അതിന്റെ നിത്യതയെയും സഭയുടെ പ്രബോധനം. അപ്പോൾ നരകം കെട്ടുകഥയല്ല, നരകം മുത്തശ്ശികഥയല്ല, നരകം ഒരു സങ്കല്പ സൃഷ്ടിയല്ല, നരകം ആരുടെയോ ഭാവന സൃഷ്ടിയല്ല. സഭയുടെ പ്രബോധന അധികാരം പഠിപ്പിക്കുകയാണ്. നരകത്തിന്റെ അസ്തിത്വത്തെയും അതിന്റെ നിത്യതയെയും സഭ സ്ഥിരീകരിക്കുന്നു. മാരക പാപത്തിന്റെ അവസ്ഥയിൽ മരിക്കുന്നവരുടെ ആത്മാക്കൾ അനുതപിക്കുന്നില്ലെങ്കിൽ മരിച്ചാൽ ഉടനെ നരകത്തിലേക്ക് നിബന്ധിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണം, സഭയിൽ പ്രധാനപ്പെട്ട കൗൺസിലുകൾ, ഇപ്പൊ 2-ാം വത്തിക്കാൻ കൗൺസിലിന് പോലെ പല കൗൺസിലുകൾ ഉണ്ടായിരുന്നു. അത് രണ്ടാം ലിയോൺസ് കൗൺസിലിലും ശ്രദ്ധിച്ച്, 2-ാം ലിയോൺസ് കൗൺസിലിലും, അതുപോലെ തന്നെ സഭയുടെ ഫ്ലോറൻസ് കൗൺസിലിലും, മറ്റൊരു കൗൺസിലായിരുന്നു ട്രെൻഡോ കൗൺസില്. ഈ ട്രെൻഡോ കൗൺസിലിലും സഭ ആധികാരികമായി സന്നിഗ്ധമായി സഭ പ്രഖ്യാപിച്ചു, നരകത്തിന്റെ അസ്തിത്വം
നിത്യത, നരകമെന്ന യാഥാർത്ഥ്യം സഭ വിശ്വാസമായിട്ട് പ്രഘോഷിക്കുകയാണ്. സഭ അത് സ്ഥിരീകരിക്കുകയാണ്, സഭ അത് പഠിപ്പിക്കുകയാണ്. ഈ 3 കൗൺസിലുകളും നമ്മളിത് മനസ്സിലാക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. സഭയുടെ ആരംഭ കാലഘട്ടത്തിലും സഭാപിതാവായിരുന്ന ഒറിജിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനത് വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ യുഗാന്തി ദൈവശാസ്ത്രം ഇതൊക്കെ നമ്മൾ വായിച്ച് പഠിക്കുന്ന വളരെ നല്ല ദൈവമക്കളെ. കത്തോലിക്ക സഭയിലെ, കേരള സഭയിലെ എക്സ്കറ്റോളജി, യുഗാന്തി ദൈവശാസ്ത്രത്തിൽ വളരെ ആധികാരികമായി പഠിച്ചുള്ള ചാലക്കൽ അച്ഛൻ സെബാസ്റ്റ്യൻ ചാലക്കൽ, അദ്ദേഹം വടവാതൂർ സെമിനാരിൽ പ്രൊഫസറാണ്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ്. ഇതിൽ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു സിദ്ധാന്തം പറയുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം, ഇന്ന് കേരള സഭയിൽ ഇതുപോലത്തെ ചില പഠനങ്ങൾ, പ്രബോധന രീതികളുണ്ട്. യൂണിവേഴ്സലിസം എന്നുള്ള പേരിൽ ഇന്ന് അത് പരക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു തരം പാഷാണ്ഡതയാണ്. ഒറിജിൻ പഠിപ്പിച്ച സാധനം അത്. എന്താണ് ഒറിജിൻ പറഞ്ഞത്? ഞാൻ വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നരകം നിത്യമല്ലെന്നും എല്ലാവരും അവസാന നാളിൽ രക്ഷപ്പെടുമെന്നുള്ള ഒറിജിൻ്റെ അബദ്ധ പ്രബോധനം ഈ കാലഘട്ടത്തെ ശ്രദ്ധേയമായ മറ്റൊരു ചിന്തയാണ്. എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്നും അതിനാൽ യേശുക്രിസ്തുവിൽ രക്ഷിക്കപ്പെടുന്നുവെന്നും അനന്ത ദയാനിധിയായ അവിടുന്ന് ഒരുവനെയും നിത്യശിക്ഷയ്ക്കായി കൈവിടുകയില്ലെന്നും ഒരിജൻ വിശ്വസിച്ചു. ഒരിജൻ പഠിപ്പിച്ച പഠനം ഇതായിരുന്നു: നരകം നിത്യമല്ല, അതുകൊണ്ട് അന്ത്യവിധിയുടെ സമയത്ത് സകല മനുഷ്യരും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടും. നരകത്തിൽ ആരും പോവത്തില്ല. ഒരു മനുഷ്യൻ എത്ര കഠോരമായ പാപം ചെയ്ത കഠിന പാപിയാണെങ്കിൽ പോലും ആരും നരകത്തിൽ പ്രവേശിക്കത്തില്ല. എല്ലാവരും ഒരുപോലെ സ്വർഗത്തിൽ പ്രവേശിക്കും. അതുകൊണ്ട് നരകം നിത്യമല്ല എന്ന് ഒറിജിൻ പഠിപ്പിച്ചു. എന്നാൽ ദൈവമക്കളെ, സഭാപിതാക്കന്മാരായ ജെറോമും അംബ്രോസും വിശുദ്ധ അഗസ്തീനോസും എല്ലാം ഈ പഠനത്തെ തള്ളിക്കളഞ്ഞു. AD 543 സഭ ഒറിജിന്റെ പഠനത്തെ പാഷാണ്ഡതയായി പ്രഖ്യാപിച്ച് തള്ളിക്കളഞ്ഞു. ഇന്ന് ഈ പാഷാണ്ഡതയാണ് യൂണിവേഴ്സലിസമായി കേരള സഭയിലും ഇന്ന് അത് മെല്ലെ ഈ കൊറോണ മഹാമാരി പോലെ അതിങ്ങനെ പടർന്നു പിടിക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെ ജീവിച്ചാലും മാമൂദ്യം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വർഗത്തിലെത്തിയിരിക്കും. കർത്താവ് സ്നേഹിക്കുന്നവൻ മാത്രമാണ്. കർത്താവ് കാരുണ്യവാനാണ്. ഇങ്ങനെ കർത്താവിൻ്റെ കരുണയെ വളച്ചൊടിച്ച് കർത്താവിൻ്റെ കാരുണ്യത്തെ പലപ്പോഴും നമ്മുടേതായ ചില ആശയങ്ങളുമായി കൂട്ടിച്ചേർത്ത് അതിനെ ലഘൂകരിച്ചുകൊണ്ട് ഇന്ന് പഠിപ്പിക്കുകയാണ് എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും, നരകമില്ല, നരകത്തിൽ ആരും പോകത്തില്ല. ഈ പ്രബോധനം കേൾക്കുമ്പോൾ നല്ല സന്തോഷമാണ്, നല്ല രസമാണ്. എല്ലാവരും സ്വർഗത്തിൽ പോകും. എങ്ങനെ ജീവിച്ചാലും എങ്ങനെയൊക്കെ ജീവിച്ചാലും സാരമില്ല, കർത്താവ് ക്ഷമിക്കും, കർത്താവ് കരുണാമയന, കർത്താവ് പൊറുക്കും, ദൈവം നിന്നെയും കൊണ്ട് സ്വർഗത്തിൽ പോകും. ഈ ഒരു പ്രബോധനം എന്തൊരു ആശ്വാസം അല്ലേ? എന്നാൽ പ്രിയപ്പെട്ടവരെ, യാഥാർത്ഥ്യം അതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. മ്ലേച്ഛമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അശുദ്ധിയൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. പരിപൂർണമായി വിശുദ്ധീകരിക്കപ്പെടാത്ത ഒരു ആത്മാവും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് AD 543 സഭ ഒറിജിന്റെ ഈ പ്രബോധനത്തെ പാഷാണ്ഡതയായി തള്ളിക്കളഞ്ഞത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അതുകൊണ്ട് പല ധ്യാന ഗുരുക്കന്മാരും പല വചന പ്രഘോഷകരും ഈ പാഷാണ്ഡത പഠിപ്പിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം ദൈവമക്കളെ. സഭ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈശോ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. വിശുദ്ധാത്മാക്കളുടെ സാക്ഷ്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ സഭയെ പഠിപ്പിച്ചത്? തെസ്സലോനി സഭയ്ക്ക് 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 8-9 വചനങ്ങൾ പെട്ടെന്ന് വായിക്കാം. 2 തെസ്സലോനി 1:8-9. അപ്പോൾ അവർ ദൈവത്തെ കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും എതിരായി കർത്താവ് പ്രതികാരം ചെയ്യും. 9-ാമത്തെ വചനം, അത് ഉറക്കെ വായിക്കുക. എല്ലാവരും സാധിക്കുന്നില്ല, ഒരുമിച്ച് സ്ക്രീനിലോട്ട് നോക്കി വായിക്കുക.
അവർ കർത്താവിന്റെ സന്നിധിയിൽ നിന്നും അവന്റെ ശക്തിയുടെ മഹത്വത്തിൽ നിന്നും അവന്റെ ശക്തിയുടെ മഹത്വത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട് നിത്യനാശം ശിക്ഷ അനുഭവിക്കും. തിരസ്കരിക്കപ്പെട്ട് നിത്യനാശത്തിന്റെ ശിക്ഷ. പൗലോസ് സഭയുടെ അപ്പോസ്തലന്മാരെ, സഭയുടെ നെടും തൂണുകളാണ് വിശുദ്ധ പത്രോസ്ലീഹായും വിശുദ്ധ പൗലോസ്ലീഹായും. വിശുദ്ധ പൗലോസ്ലീഹ പറയാ, കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അകറ്റപ്പെട്ട് അവർ നിത്യമായ ശിക്ഷ അനുഭവിക്കും. ഹല്ലേലൂയ. പൗലോസ്ലീഹ കള്ളം പറയല്ല, ഇത് സത്യദൈവ മക്കളെ. ഇനി പത്രോസ്ലീഹ, സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ പത്രോസ്ലീഹ എന്താ പറയുന്നത്? സഭയുടെ പ്രബോധനമാണ്. പത്രോസ്ലീഹ രണ്ടാമത്തെ ലേഖനം 2-ാം അധ്യായം അവിടെ 9-ാമത്തെ വചനം ശ്രദ്ധിക്കാം. 2 പത്രോസ് 2:9, ദൈവഭയമുള്ളവരെ പരീക്ഷകളിൽ നിന്ന് എങ്ങനെ രക്ഷിക്കണമെന്നും അനീതി പ്രവർത്തിക്കുന്നവരെ വിധി ദിനം വരെ എങ്ങനെ ശിക്ഷാവിധേയരായി സൂക്ഷിക്കണമെന്നും കർത്താവ് അറിയുന്നു. അനീതി പ്രവർത്തിക്കുന്നവരെ വിധി ദിവസം വരെ എങ്ങനെ സൂക്ഷിക്കണമെന്ന് കർത്താവിനറിയാം. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി വിശുദ്ധ യോഹന്നാൻ സ്ലീഹ എന്താ പറയുന്നത്? വെളിപാട് പുസ്തകത്തിൽ പല പ്രാവശ്യവും ഇവർ സഭയുടെ സ്ലീഹന്മാരാണ്, സഭയുടെ അപ്പോസ്തലന്മാരാണ്. പരിശുദ്ധാത്മാവ് ഇവരിലൂടെ എന്താ സഭ മക്കളായി നമ്മെ പഠിപ്പിക്കുന്നത്? വെളിപാട് പുസ്തകം 19:20 എടുക്കാം നമുക്ക്. വെളിപാട്, ദ ബുക്ക് ഓഫ് റെവലേഷൻ, വെളിപാട് 19:20 എടുത്ത് വായിച്ച്, മൃഗം പിടിക്കപ്പെട്ടു, അതിനോടൊപ്പം അതിന്റെ മുൻപാകെ അടയാളങ്ങൾ കാണിച്ച് മൃഗത്തിന്റെ മുദ്ര സ്വീകരിക്കുകയും അതിന്റെ സാദൃശ്യത്തെ ആരാധിക്കുകയും ചെയ്തിരുന്നവരെ പാപത്തിലേക്ക് വശീകരിച്ചിരിക്കുന്ന വ്യാജ പ്രവാചകനും പിടിക്കപ്പെട്ടു. ഇരുവരും ഗന്ധകമെരിയുന്ന അഗ്നിത്തടാകത്തിലേക്ക് ജീവനോടെ എറിയപ്പെട്ടു. ജീവനോടെ എറിയപ്പെട്ടു. വീണ്ടും വെളിപാട് 20:10 നമുക്ക് അല്പം വചനങ്ങളിലൂടെ പോകാം. വിശുദ്ധ യോഹന്നാൻ സ്ലീഹയ്ക്ക് കർത്താവ് കൊടുത്ത വെളിപാടുകളാ ഇത് നിരാകരിക്കരുത്, ഇത് പുച്ഛിച്ച് തള്ളിക്കളയരുത്, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസൃതമായി ഇതിനെ വളച്ചൊടിക്കരുത്, ഈ വചന സത്യങ്ങളെ നിരാകരിക്കരുത്. ഇത് നമ്മുടെ നിത്യമായ രക്ഷയ്ക്ക് ഈ ലോക ജീവിതത്തിൽ ജാഗ്രതയോടെ കർത്താവിന്റെ വചനത്തിന് അനുസൃതമായി നിത്യജീവന്റെ ജീവിതം നയിച്ച് ഞാനും നിങ്ങളും സ്വർഗത്തിൽ കർത്താവിനോടുകൂടെ അവിടുത്തെ നിത്യമായ മഹത്വത്തിൽ വസിക്കുവാനാണ് ഈ സന്ദേശങ്ങൾ കർത്താവ് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ, ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. വെളിപാട് 20:10 എന്താ നമ്മൾ കാണുന്നത്? അവരെ വഴിതെറ്റിക്കുന്ന പിശാചാകട്ടെ മൃഗവും വ്യാജ പ്രവാചകനെ വസിച്ചിരുന്ന ഗന്ധാഗ്നി തടാകത്തിലേക്ക് അവിടെ രാപ്പകൽ നിത്യകാലത്തിലേക്ക് അവർ പീഡിപ്പിക്കപ്പെട്ടു. വീണ്ടും 10:14 എടുക്കാം. 20:10-14. വെളിപാട് 20:14 എന്താ പറയുന്നത്? വെളിപാട് 20:14 മൃത്യുവും പാതാളവും അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഇതാണ് രണ്ടാമത്തെ മരണം. വീണ്ടും 15-ാമത്തെ വചനം എടുത്ത് 20:15 നിങ്ങൾക്ക് നിർത്തി ഒരുമിച്ചങ്ങ് വായിക്കണം. 20:15 എടുത്ത് ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഇത് സത്യമാണ് ദൈവമക്കളെ. അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. വീണ്ടും വെളിപാട് 21:8 എന്താണ് പരിശുദ്ധാത്മ പറഞ്ഞു വെക്കുന്നത്? ദ ബുക്ക് ഓഫ് റെവലേഷൻ, വെളിപാട് 21:8 നമുക്ക് ശ്രദ്ധിക്കാം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തി ഒന്ന് സ്നേഹത്തോടെ തൊട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഒന്ന് ആത്മാവിൽ സന്തോഷിച്ചുകൊണ്ടെന്ന് പറഞ്ഞേ, നരകം കെട്ടുകഥയല്ല, സത്യമാണ്. പറഞ്ഞേ, നരകം കെട്ടുകഥയല്ല, അത് നിത്യസത്യമാണ്, അത് വിശ്വാസ സത്യമാണ്. ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധയായ മരിയ ഫൗസ്റ്റീനയ്ക്ക് അനേകം വിശുദ്ധർക്ക് നരകദർശനം കർത്താവ് കൊടുത്തിട്ടുണ്ട്. അതിലൊരാളായിരുന്നു വിശുദ്ധ മരിയ ഫൗസ്റ്റീന. ദൈവകരുടെ അപ്പോസ്തലയായി നമ്മൾ വിശേഷിപ്പിക്കുന്നവള്. വിശുദ്ധയായ വെറോനിക്ക, വിശുദ്ധയായ ജത്രൂത്ത്, അനേകം വിശുദ്ധാത്മാക്കൾക്ക് ഈശോ സ്വർഗദർശനം പോലെ നരകദർശനം കൊടുത്തിട്ടുണ്ട്. 1917 ജൂലൈ 13 ഫാത്തിമയിൽ അമ്മമാത പ്രത്യക്ഷപ്പെട്ട രണ്ടാം പ്രത്യക്ഷീകരണ സമയത്ത് ആ 3 ഇടയ കുഞ്ഞുങ്ങൾക്ക് അമ്മ
തൻ്റെ ചൂണ്ടുവിരൽ ആകാശത്തിലേക്ക് നീട്ടിയപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് മാറി ഒരു മറ്റൊരു പ്രതലത്തിലേക്ക് എത്തി. ആ കുഞ്ഞുങ്ങൾ കാണുകയാണ് ഒരു വലിയ അഗ്നി തടാകം. അഗ്നി തടാകത്തിൽ അനേകം ആത്മാക്കൾ നിലവിളിക്കുന്നു, മുരളുന്നു, ദുഷിക്കുന്നു, പരിഹസിക്കുന്നു. അവർ വേദനയോടെ പുളഞ്ഞ് കരയുകയാണ്. ഈ കുഞ്ഞുങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അവർ ഇങ്ങനെ നിൽക്കുമ്പോൾ അമ്മ ചോദിക്കും, മക്കളെ ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായി? ആ മക്കള് പറയും, ഇല്ല അമ്മേ. ഒരു അമ്മ മാതാ പറയും, മക്കളെ ഇതാണ് നിത്യമായ നരകം, ഇതാണ് തീ നരകം, നിത്യമായ നരകം. അതിനുശേഷമാണ് അമ്മ മാതാ പഠിപ്പിച്ചത്, ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നി ഞങ്ങൾ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശേഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ഞാൻ നിങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സ്വർഗം പഠിപ്പിച്ച പ്രാർത്ഥന അമ്മ മാതാവിലൂടെ പരിശുദ്ധ ത്രിത്വം നമുക്ക് തരികയാണ്. സ്വർഗം കെട്ടുകഥയല്ല ദൈവമക്കളെ, സ്വർഗം മിഥ്യയല്ല, സ്വർഗം ഒരു സങ്കല്പമല്ല, സ്വർഗം ആരുടെയും ഭാവന സൃഷ്ടിയല്ല. അത് യാഥാർത്ഥ്യമാണ്, അത് നിത്യമാണ്, അതിന്റെ അസ്തിത്വം കൃത്യമാണെന്ന് യേശു പറയുന്നു, തിരുസഭ പഠിപ്പിക്കുന്നു, അപ്പോസ്തലന്മാര് പഠിപ്പിക്കുന്നു, വിശുദ്ധാത്മാക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു, മാർപ്പാപ്പമാര് പഠിപ്പിക്കുന്നു. ഹല്ലേലൂയാ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നരകത്തെ കുറിച്ച് എന്താണ് ബെനഡിക്ട് 16 മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്? ബെനഡിക്ട് 16 മാർപ്പാപ്പ എന്താ നരകത്തെ കുറിച്ച് പറഞ്ഞത്? നരകം യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് നിത്യമാണ്. ഇന്ന് ഇതേപ്പറ്റി അധികം ആരും പറയുന്നില്ലെങ്കിൽ, അതാണ് മാർപ്പാപ്പയ്ക്ക് കാര്യം പറയാം, ഇന്ന് ഇതിനെക്കുറിച്ച് അധികം ആരും പറയുന്നില്ല. അന്ത്യകാര്യങ്ങളെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച് ഇന്ന് പഠിപ്പിക്കുന്നില്ല, പ്രഘോഷിക്കുന്നില്ല, ജനത്തെ പ്രബോധിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഈ ലോകം കണ്ട് ജനം ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുക. മാർപ്പാപ്പ പറയാണ്, അത് നിത്യമാണ്. നരകം അതിന്റെ അവസാന ഭാഗം വായിച്ചേ. ഇതേപ്പറ്റി ഇന്ന് ആരും പറയുന്നില്ലെങ്കിലും ഇത് സത്യമാണ്. വിശുദ്ധനായ ജോൺ പോൾ 2 മാർപ്പാപ്പ എന്താ നരകത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? വിശുദ്ധനായ ജോൺ പോൾ 2 മാർപ്പാപ്പ പറയുകയാണ്, എല്ലാ ജീവന്റെയും ആനന്ദത്തിന്റെയും ഉറവിടമായ ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി വേർതിരിക്കപ്പെടുന്ന അവസ്ഥയാണ് നരകം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മരിയ ഫൗസ്റ്റീന നരകത്തെ കുറിച്ച് എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത്? അതുകൂടി നമുക്ക് വേഗത്തിലൊന്ന് കാണാം. വിശുദ്ധ മരിയ ഫൗസ്റ്റീന എന്താ പറഞ്ഞത്? ദൈവകൽപ്പനയാൽ ഞാൻ സിസ്റ്റർ ഫൗസ്റ്റീന നരകം സന്ദർശിക്കാനിടയായി. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, നരകമുണ്ടെന്ന് വിശ്വസിക്കാതിരുന്നവർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഭൂരിഭാഗം ആത്മാക്കളും. എൻ്റെ ദൈവമേ, എന്നാ ഒരു ദുരന്തം ഇത്! ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ നരകമില്ല എന്ന് പറയുകയും പ്രസംഗിക്കുകയും നരകമില്ലെന്ന് വിശ്വസിക്കുകയും ചെയ്ത അനേകം ആത്മാക്കളെ ഞാൻ നരകത്തിൽ കണ്ടുവെന്ന് വിശുദ്ധ മരിയ ഫൗസ്റ്റീന സാക്ഷ്യപ്പെടുത്തുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക ദൈവമക്കളെ. പെട്ടെന്ന് 1-2 കാര്യം കൂടിയും പറഞ്ഞ് നമുക്ക് ഈ സെഷൻ ഈശോയ്ക്ക് സമർപ്പിക്കാം. നരകത്തിൻ്റെ അവസ്ഥ നമുക്കാണ്. നരകം ഈശോ പറഞ്ഞില്ലേ, അത് അഗ്നികുണ്ഡം, അതിൽ അഗ്നി തടാകം, വലിയ തീച്ചൂള. നരകത്തിൽ എന്താ? നരകത്തിന്റെ വിവിധ പീഡകളെ കുറിച്ച് നാളെ നമ്മൾ ധ്യാനിക്കും. ബഹുമാനപ്പെട്ട ഷാർലച്ചനിലൂടെ ശക്തമായി പരിശുദ്ധാത്മാവ് ദൂത് നമ്മളെ പഠിപ്പിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരുങ്ങി പ്രാർത്ഥിച്ചു വരണം. ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വലിയ തീച്ചൂള, അഗ്നി തടാകം, അതുപോലെ അഗ്നികുണ്ഡം, ഇതെല്ലാം ഈശോ പറഞ്ഞ കാര്യമാണ്. വെളിപാട് 9:2 അഗ്നിച്ചൂളയെ കുറിച്ച് പറയുന്നുണ്ട്. വെളിപാട് 9:2 എന്താ പറയുന്നത്? അത് പാതാള ഗർത്തം തുറന്നു. അവിടെ ഒരു വലിയ തീച്ചൂളയിൽ നിന്ന് എന്ന പോലെ പുക പൊങ്ങി. നരകത്തിൽ വലിയ തീച്ചൂള, കഠിനമായ അന്ധകാരം. നമ്മൾ നേരത്തെ വായിച്ചാണ് മത്തായി സുവിശേഷം 8:12. കാണാൻ പറ്റാത്ത കൂരാകൂരി ഇരുട്ട്, കഠോരമായ അന്ധകാരം, വെളിച്ചമില്ല, പ്രകാശമില്ല, അന്ധകാരം നിറഞ്ഞു നിൽക്കുകയാണ്. ഈശോ പറയാണ് നിത്യമായ നാശം. 2 തെസ്സലോനിക്കർ 1:9 നമ്മൾ കണ്ടു നിത്യമായ നാശം. അതുപോലെ ദൈവമക്കളെ, കെടാത്ത തീ, നിത്യമായ അഗ്നിയാണ്, കെടാത്ത തീ. മാർക്കോസിന്റെ സുവിശേഷം 9:44 വചനം പെട്ടെന്ന് ഒന്ന് വായിച്ചേ. മാർക്കോസ് 9:44. നരകത്തിലുള്ള കാര്യങ്ങളായത്. മാർക്കോസ് 9:44.
ഇരുകൈകളും ഉള്ളവനായി നരകത്തിലെ കെടാത്ത അഗ്നിയിൽ നിബന്ധിക്കുന്നതിനേക്കാൾ കെടാത്ത അഗ്നി, എല്ലാവരും പറഞ്ഞ കെടാത്ത അഗ്നി, കെടാത്ത അഗ്നി, നിത്യമായ അഗ്നി. അപ്പൊ അഗ്നി തടാകം, അഗ്നികുണ്ഠം, വലിയ തീച്ചൂള. ഈശോ പറയാണ് കഠിനമായ അന്ധകാരം, നിത്യമായ നാശം, കെടാത്ത തീ, നിത്യമായ ശിക്ഷ. മത്തായിയുടെ സുവിശേഷം 25:46 വരിക. യേശു പഠിപ്പിച്ചു, ഇത് കർത്താവിന്റെ പ്രബോധന. ഇവർ നിത്യശിക്ഷ, നീതിമാന്മാർ ദുഷ്ടന്മാർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. ഹല്ലേലൂയാ. ഒരു ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. എത്ര കൃത്യതയും മക്കളെ. അവസാനമായി നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ നമ്മളെ മാനസാന്തരത്തിന് ജീവിതം നയിക്കാനാണ് വിളിക്കുന്നത്. ഇവിടെ വിശുദ്ധിയോടെ ജീവിക്കണം, കർത്താവിന് അനുസരിച്ച് ജീവിക്കണം, ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കണം. ഈ ലോകത്തിൽ വളരെ കുറച്ച് സമയം കർത്താവിനെ സ്നേഹിക്കാനുള്ള ദൈവമക്കളെ. ദൈവം അനുവദിച്ച് ഈ സമയം ഈശോയെ സ്നേഹിച്ച് കർത്താവിൽ വിശ്വസിച്ച് കർത്താവിനെ ആരാധിച്ച് നാം ജീവിക്കുമ്പോൾ ഈ ജീവിതം എത്ര അർത്ഥവത്താകുന്നു. ഹല്ലേലൂയാ. അതിനേക്കാൾ ഭാഗ്യപ്പെട്ട ഒന്ന് ഈ ലോകത്തിൽ കിട്ടാനില്ല ദൈവമക്കൾ. നമ്മൾ അത്രമാത്രം ബ്ലെസ്സഡ് ആണ്. അവസാനമായി, ഇനി ആരാണ് നരകത്തിൽ പോകുന്നത്? ഇന്ന ആളാണെന്ന് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റത്തില്ല, അത് കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. ഒന്നാമത് നമ്മൾ കണ്ടു, പിശാചും അവന്റെ ദൂതന്മാരും നരകത്തിൽ പോകും. വെളിപാട് 20:10, 2 പത്രോസ് 2:4 നമ്മളത് കണ്ടു. ഇനി മനുഷ്യരുടെ ഇടയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധയോടെ നിങ്ങൾ നോക്കണം. ഇത് നമ്മളെ ഒരു യഥാർത്ഥ അനുതാപത്തിലേക്ക് നയിക്കണം ദൈവമക്കളെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആഴമേറിയ അനുതാപത്തിലേക്ക് നമ്മളെ വിളിക്കുകയാ. ചങ്കുപൊട്ടി പറയണം, കർത്താവേ, ഞാൻ സ്വർഗം നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാൽ ദുഃഖിക്കുന്നു. കർത്താവേ, ഖേദിക്കുന്നു. കരുണ കാണിക്കണമേ, കൃപ ചൊരിയണമേ. ഈ ലോകം വിട്ടുപോയാൽ പിന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കാനോ അനുദപിക്കാനോ മാനസാന്തരപ്പെടാനോ സാധ്യമല്ല എന്നുള്ള സത്യം നമ്മൾ ആരും മറന്നു പോകരുത്. ഹല്ലേലൂയാ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായം 9-10 വചനങ്ങൾ പെട്ടെന്ന് വായിച്ചോ. 6:9-10. ആരാണ് നരകത്തിൽ പോകുന്നത്? അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ വഞ്ചിതരാകരുത്. അസന്മാർഗികള്, വിഗ്രഹാരാധകരും, വ്യഭിചാരികള്, സ്വവർഗഭോഗികള്, കള്ളന്മാര്, അത്യാഗ്രഹികള്, മദ്യപന്മാര്, പരദൂഷകരും, കവർച്ചക്കാര് ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഇവർ അനുദപിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അനീതി പ്രവർത്തിക്കുന്നവര്, സ്വവർഗഭോഗികള്, വ്യഭിചാരികള്, കള്ളന്മാര്, അത്യാഗ്രഹികള് അനുദപിച്ച് മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കില്ല ദൈവമക്കളെ. അവര് രക്ഷയെ തിരസ്കരിച്ച് അവര് സ്വയം തെരഞ്ഞെടുക്കുകയാണ് ഈ അഗ്നി തടാകത്തെ, ഈ അഗ്നി പൊയ്കയെ, ഈ കഠിനമായ അന്ധകാരത്തെ, നിത്യമായ ശിക്ഷയെ, നാശത്തെ ആ വ്യക്തി തെരഞ്ഞെടുക്കുകയാണ്. കർത്താവ് ആത്മാവിനെ ഓർത്ത് ചങ്ക് പൊട്ടി കരയുകയാണ്. ആരും നശിച്ചു പോകാൻ കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. ഹല്ലേലൂയാ. വീണ്ടും എഫെസോസ്കാർക്ക് ലേഖനം 5:5 പൗലോസ് അപ്പോസ്തലൻ എഫെസോസ്കാർക്ക് ലേഖനം 5:5 എന്താ പറയുന്നത്? വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഈ വ്യഭിചാരം അത് വളരെ പ്രധാന. വ്യഭിചാരിക്കും, അശുദ്ധിക്കും, പിന്നെ ആരാണ്? അത്യാഗ്രഹിക്കും, വിഗ്രഹാരാധകനും ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ രാജ്യ അവകാശമിൽ അനുദപിച്ച് മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിത്യനരകാഗ്നി, കഠിനമായ അന്ധകാരത്തിൽ നിബന്ധിക്കുകയാണ്, നിത്യനാശത്തിൽ. നരകം നിത്യമാണ്. അതുകൊണ്ട് അവിടുത്തെ ശിക്ഷകള്, നാശങ്ങള്, അവിടുത്തെ കണ്ണുനീര്, വിലാപം, പല്ലുകടി, ഇതെല്ലാം നിത്യമാണ് ദൈവമക്കളെ, നിത്യമാണ്. കർത്താവില്ലാത്തൊരവസ്ഥ ചിന്തിച്ച് നോക്കി. എൻ്റെ ദൈവമേ, ഞാൻ ഇന്ന് ഇതിനെക്കുറിച്ച് ചിന്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷം കർത്താവില്ലാത്തൊരവസ്ഥ ചിന്തിച്ചപ്പോൾ എൻ്റെ ദൈവമേ, സകല നാടിഞ്ഞരമ്പ് നിന്ന് പോകുന്നൊരു അനുഭവമായിരുന്നു എനിക്ക്. ചുമ്മാ പറയലോട്ട് പ്രിയപ്പെട്ടവരെ, എന്നാ ഒരു ഭീകരതയത്,
എന്നാ ഒരു ഭയാനകത അത്! കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ പീഡ എന്ന് പറയുന്നത്. ഹല്ലേലൂയാ, ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. വീണ്ടും വെളിപാട് പുസ്തകം 21:8 ആരാണ് നരകത്തിൽ പോകുക? എന്താ പറയുന്നത്? അനുതപിക്കാതെ മാനസാന്തരപ്പെടാതെ, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും. എരിയുന്ന തടാകം, ഇതാണ് രണ്ടാമത്തെ മരണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവേ, ആഴമേറിയ അനുതാപം തരണമേ, മാനസാന്തരം തരണമേ. ഈശോ 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 ഈശോ. അതുപോലെ കർത്താവ് തന്ന നന്മകൾ പങ്കുവെക്കാതെ പൂഴ്ത്തി ജീവിക്കുക. അത് സമ്പത്താകാം, കഴിവുകളാകാം, സാധ്യതകളാകാം, അവസരങ്ങളാകാം, സമയമാകാം, ആരോഗ്യമാകാം. കർത്താവ് തന്ന നന്മകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാതെ, മറ്റുള്ളവർക്ക് പങ്കുവെക്കാതെ അത് പൂഴ്ത്തിവെക്കുന്നവരെ വലിയ ഘോര തിന്മയ ദൈവമക്കളെ ഷെയർ ചെയ്യണം, പങ്കുവെക്കണം. മത്തായിയുടെ സുവിശേഷം 19:21 മുതൽ 30 വരെയും, ലൂക്കായുടെ സുവിശേഷം 12:13 മുതൽ 21 വരെയും, ലൂക്കായുടെ സുവിശേഷം 16:19 മുതൽ 21 വരെയും നമുക്ക് ഈ സത്യങ്ങൾ കാണാൻ കഴിയും. ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അവസാനമായി ദൈവമക്കളെ ഒരു സെക്കൻഡ് ഇങ്ങോട്ട് എല്ലാവരും ശ്രദ്ധിച്ച്. നമ്മുടെ കർത്താവ് ധനവാന്റെ ലാസറിന്റെ ഉപമ പറഞ്ഞു. ഇതിലൂടെ നരകത്തിന്റെ അസ്തിത്വത്തെയും നിത്യതയെയും അവിടെയുള്ള യാതനകളെ, പീഡനകളെ ഈശോ സ്ഥിരീകരിക്കുകയായിരുന്നു, അംഗീകരിക്കുകയാണ്. ഈശോ നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്. ആ ധനവാൻ നരകത്തിലെത്തിയപ്പോൾ അവൻ പഠിച്ച ചില സത്യങ്ങളുണ്ട്. ഇത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വന്തമാക്കണം. ഈ ഒരു തിരിച്ചറിവിൽ നമ്മൾ ഈ ലോക ജീവിതത്തിൽ ജീവിക്കണം. നമ്മൾ ഏത് വെളിയിലായിരുന്നാലും ആ വെളിയിൽ കർത്താവിന്റെ വിശ്വസ്തതയിൽ വ്യാപരിക്കണം, കർത്താവിനോട് ചേർന്ന് ജീവിക്കണം. നരകത്തിൽ എത്തിയപ്പോൾ ധനവാന് ഉണ്ടായ തിരിച്ചറിവ് എന്താ? ഈശോ പറഞ്ഞ ഉപമയിലൂടെ നമുക്കത് കാണാൻ പറ്റും. എന്താണ് അവനുണ്ടായ തിരിച്ചറിവ് എന്ന് ശ്രദ്ധിച്ചേ. ഒന്നാമത്തെ തിരിച്ചറിവ്, എല്ലാവരും ഒരുമിച്ചെന്ന് പറഞ്ഞേ, നരകം യഥാർത്ഥമാണെന്ന് അവന് ബോധ്യമായി. ഇന്ന് അനേകരുടെ അവസ്ഥ ഇത് സങ്കല്പമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചുമ്മാ പലരും ജീവിക്കുക, അടിച്ച് പൊളിച്ച് ഈ ലോകത്തിന്റെ സുഖങ്ങള് ഇവിടെ സ്ഥിരതാമസിക്കാൻ വന്നിട്ടുള്ളവരാണെന്നുള്ള ചിന്തയിലാണ് അനേകരും ജീവിക്കുന്നത്. നരകം യാഥാർത്ഥ്യമാണെന്ന് അവന് ബോധ്യപ്പെട്ടു. രണ്ടാമത് എന്താ ആ ധനവാന് ബോധ്യപ്പെട്ടത്? അവൻ ഭൂമിയിലായിരുന്നപ്പോൾ നരകത്തെപ്പറ്റി കേട്ടതെല്ലാം അസത്യമായിരുന്നുവെന്നും അതിനെതിരെ തനിക്കുണ്ടായിരുന്ന വാദമുഖങ്ങളെല്ലാം വെറും പൊള്ളയായ ആശയങ്ങളായിരുന്നുവെന്നും നരകത്തിൽ എത്തിയപ്പോൾ ധനവാൻ ഗ്രഹിച്ചു. ഇത് ആദ്യം ഇവിടെ ഗ്രഹിച്ചിരുന്നെങ്കിൽ അവിടേക്ക് പോവുമായിരുന്നു. അത് നമുക്കുള്ളൊരു വാണിംഗ്. അത് നമ്മൾ ആരും അവിടെ എത്തിച്ചേരാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമ്മളെല്ലാം കർത്താവിനോട് കൂടെ സ്വർഗത്തിൽ നിത്യമായ മഹത്വത്തിലായിരിക്കാനാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ദൈവമക്കളെ, ധനവാന് അവിടെ വെച്ചുണ്ടായ തിരിച്ചറിവ് നമുക്ക് ഇവിടെ വെച്ചുണ്ടാകണം. ഇവിടെ വെച്ച് അതിന് ഈ മെസ്സേജ് ഈശോ കേൾപ്പിക്കണേ, അതിന് ഈ മെസ്സേജ് കർത്താവ് കേൾപ്പിക്കണേ, ഈ നിത്യതയുടെ സന്ദേശം കേൾപ്പിക്കണേ. മൂന്നാമത് എന്താ അവനുണ്ടായ തിരിച്ചറിവ്? നിങ്ങൾ ആ വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ കൃത്യം കിട്ടും. ലൂക്ക 16:23 മുതൽ 30 വരെ. മൂന്നാമത്, നിത്യമായ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാതെ നശിച്ചു പോകുന്ന ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടി മാത്രം ജീവിച്ച താൻ എത്രയോ ഭോഷനായി പോയി എന്നവന് ബോധ്യമായി. എവിടെ ചെന്നപ്പോൾ നരകത്തിലെത്തി. ഈ ബോധ്യം ഇവിടെ കിട്ടിയിരുന്നെങ്കിലോ അവൻ ലാസറിനെ സ്നേഹിക്കില്ലേ? ലാസറിനെ കരുതില്ലേ? അവൻ പങ്കുവെക്കത്തില്ലേ? ആത്മാവിനേക്കാൾ എത്രയോ വിലപ്പെട്ടതായി നശിച്ചു പോകുന്ന ശരീരത്തെ കണ്ട് ഈ ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടി അവൻ ജീവിച്ചു, ദൈവത്തെ മറന്നു. നാലാമത് അവനുണ്ടായ ബോധ്യം എന്താ? പെട്ടത് വായിക്കാം. ധനവാനെന്നോ ദരിദ്രനെന്നോ ആരായാലും ഒരിക്കൽ മരിച്ചേ മതിയാകൂ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാദി, കൂടെ പോരുന്നു നിൻ ജീവിത ചെയ്തികളും. മരണം ഒരു യാഥാർത്ഥ്യമാണ്.
ധനവാനാണെങ്കിലും ദരിദ്രനാണെങ്കിലും, സുന്ദരനാണെങ്കിലും സുന്ദരിയാണെങ്കിലും, അറിവുള്ളവനാണെങ്കിലും അറിവില്ലാത്തവനാണെങ്കിലും, ആര് തന്നെയാണെങ്കിലും ഒരു ദിവസം മരിക്കും. ആ മരണമെന്ന യാഥാർത്ഥ്യം അവന് ബോധ്യപ്പെട്ടു. പിന്നെ എന്താണ് അവന് ബോധ്യപ്പെട്ടത്? ലോകത്തിൽ ജീവിച്ചതിനനുസരിച്ചാണ് നിത്യത. അതാണ് കാര്യം. ഇവിടെ എങ്കിൽ തോന്നിയ പോലെ ജീവിച്ചിട്ട് നമുക്ക് നിത്യജീവൻ കിട്ടും നമ്മൾ ധരിക്കരുത് ദൈവമക്കളെ. ഈ ലോകത്തിൽ നിത്യജീവന്റെ ജീവിതം നയിക്കുമ്പോൾ അതിൻ്റെ തുടർച്ചയാണ് കർത്താവിനോട് കൂടെ അവിടുത്തെ നിത്യമഹത്വത്തിലായിരിക്കാൻ നമുക്ക് കഴിയുന്നത്. ഹല്ലേലൂയ. ഈശോയുടെ കൂടെ നിത്യമഹത്വത്തിലായിരിക്കണോ? ഈ ലോകത്തിൽ നിത്യജീവന്റെ ജീവിതം നയിക്കണം. നിത്യജീവന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കുക. അടുത്ത ബോധ്യം എന്താ ദൈവമക്കളെ? ലോക മരണത്താൽ എല്ലാം അവസാനിക്കുകയില്ല, യഥാർത്ഥ ജീവിതം ആരംഭിക്കുകയാണ്. ഏഴാമത് അവന് കിട്ടിയ ബോധ്യം എന്താ? ഭൂമിയിൽ നേടിയതൊന്നും കൂടെ കൊണ്ടുപോകുവാൻ കണ്ടു. അവന്റെ വീട് കൊണ്ടുപോയില്ല, അവന്റെ കാറ് കൊണ്ടുപോയില്ല, അവന്റെ സുഹൃത്തുക്കളെ കൊണ്ടുപോകാൻ പറ്റിയില്ല, അവന്റെ സമ്പാദ്യം, അവന്റെ വസ്ത്രങ്ങള്, അവന്റെ പ്രതാപം, പ്രശസ്തി ഒന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല. കൂടെ പോരുന്നു നിൻ ജീവിത ചെയ്തികളും. ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ ഞാൻ ചെയ്ത പ്രവർത്തികളാണ് എന്റെ കൂടെ നിത്യതയിലേക്ക് പോരുന്നത്. ഇതകത്തോട്ട് കയറണം ദൈവമക്കളെ. ജാഗ്രതയോടെ ജീവിക്കണം, അതീവ ശ്രദ്ധയോടെ ജീവിക്കണം. തോന്നിയതുപോലെ ജീവിക്കാനുള്ളതല്ല ഈ ജീവിതം. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ. അവസാനമായി എന്തവന് തോന്നിയത്? ശരീരം വിട്ട് ആത്മാവിനെ കാണുവാനും കേൾക്കുവാനും ചിന്തിക്കുവാനും സംസാരിക്കുവാനും കഴിയുമെന്ന് അവന് ബോധ്യപ്പെട്ടു. അവസാനം പാപികളെ രക്ഷയിലേക്ക് നടത്തുന്ന കാര്യമാണ് ലോകത്തിലെ ഏറ്റവും അടിയന്തരമായ ആവശ്യമെന്ന് അവന് ബോധ്യമായി. ഇതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശെക്കേന ന്യൂസിലൂടെ ഇപ്പോൾ അതാ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ വേണ്ടത്. ആത്മാവിന്റെ രക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ, നിത്യത നഷ്ടപ്പെടാതിരിക്കാനുള്ള കാര്യങ്ങൾ. ദൈവമക്കളെ, നമുക്ക് കൂടുതൽ ജാഗ്രതയോടെ ജീവിക്കാം. കത്തോലിക്ക സഭയുടെ മതബോധനം 1037 തോന്നുന്നു. ഇപ്പോൾ അവിടെ അവസാനമായിട്ട് പറയുന്നൊരു വാക്കുണ്ട്. നിങ്ങൾ ജാഗ്രതയോടെ ജീവിക്കണം, ജാഗ്രതയോടെ ജീവിക്കണം. എന്താണ് സഭ പറയുന്നത്? കണ്ടോ, ആ ദിവസവും മണിക്കൂർ നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മുടെ ഭൗതിക ജീവിതത്തിന്റെ ഏകയാത്ര പൂർത്തിയായി കഴിയുമ്പോൾ അവിടുത്തോടുകൂടി വിവാഹ വിരുന്നിലേക്ക് പ്രവേശിക്കാനും വാഴ്ത്തപ്പെട്ടവരോടുകൂടെ എണ്ണപ്പെടാനും വേണ്ട യോഗ്യതയുള്ളവരായിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യാനാ സഭ പറയുന്നത്? സഭ എന്താ പറയുന്നത്? നാം കർത്താവിന്റെ ഉപദേശം സ്വീകരിച്ച് നിരന്തരം ജാഗ്രതയോടെ കാത്തിരിക്കണം, ജാഗ്രതയോടെ ലോകത്തിൽ ജീവിക്കണം. ദൈവമക്കളെ, അനുതാപത്തിന്റെ, മാനസാന്തരത്തിന്റെ, കൃപയുടെ, വിശുദ്ധിയുടെ, സ്നേഹത്തിന്റെ, വിശ്വസ്തതയുടെ, വിശ്വാസത്തിന്റെ ജീവിതം നയിക്കാൻ നമ്മൾ ഈ ആരാധനയിൽ പ്രാർത്ഥിക്കാൻ പോവാണ്. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കൊച്ചു കാര്യം നിങ്ങൾ അറിയിക്കുകയാണ്. സെപ്റ്റംബർ 25 വരെയാണ് ശെക്കേന ന്യൂസിലൂടെ നിത്യജീവന്റെ സുവിശേഷം എന്ന ഈ അന്ത്യകാല നിത്യതയുമായി ബന്ധപ്പെട്ട ശുശ്രൂഷ നടത്തപ്പെടുന്നത്. തുടർന്നുള്ള ദിനങ്ങളിൽ നാളെ ഷാർലോച്ചൻ, അതിനുശേഷം ബഹുമാനപ്പെട്ട ബോസ്കോച്ചൻ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച്, പിന്നെ ശരീരത്തിൻ്റെ ഉയർപ്പ്, കർത്താവിൻ്റെ പ്രത്യാഗമനം, വളരെ ഇനിയുള്ള 3-4 ദിനങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചിന്തകളും വിഷയങ്ങളും നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങണം. അനേകരോട് നിങ്ങൾ ഈ ശുശ്രൂഷയെക്കുറിച്ച് പറയണം. ഈ ബോധ്യങ്ങൾ അനേകം ആയിരങ്ങൾക്ക് ലഭിക്കാൻ നമ്മൾ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ച് അവരെ സ്നേഹത്തോടെ ശുശ്രൂഷയ്ക്ക് ഒരുക്കണം. വിദേശത്ത് പല സ്ഥലങ്ങളിൽ ഇരുന്ന് ശുശ്രൂഷ കാണുന്നവരൊക്കെ നിങ്ങൾ പ്രത്യേക ഇതിനു വേണ്ടി ഒത്തിരി പ്രാർത്ഥന ആവശ്യമാണ്, പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ്. സെപ്റ്റംബർ 26 മുതൽ 30 വരെ നമുക്കറിയാം മുഖ്യദൂതന്മാരുടെ തിരുനാളാണ് സാർവത്രിക സഭയിൽ സെപ്റ്റംബർ 29. നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാലാഖമാർക്ക് വലിയ റോളുകളുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. മാലാഖമാരുടെ ശുശ്രൂഷകൾ നമ്മൾ അറിയണം. അതുകൊണ്ട് ശെക്കേന ന്യൂസിൽ സെപ്റ്റംബർ 26 മുതൽ 30 വരെ 5 ദിവസം നീണ്ടു നിൽക്കുന്ന കർത്താവിൻ്റെ ദൂതന്മാരെ കുറിച്ച്, മുഖ്യ ദൂതരെ കുറിച്ചുള്ള, മാലാഖമാരുടെ ശുശ്രൂഷകളെ കുറിച്ചുള്ള ഒരു 5 ദിവസം നീണ്ടു നിൽക്കുന്ന കൺവെൻഷൻ നടക്കുകയാണ്.
കർത്താവിൻ്റെ സൈന്യം എന്നുള്ള പേരിൽ മാലാഖമാരെ കുറിച്ച് അറിയാൻ, അവിടെ ശുശ്രൂഷകൾ എപ്രകാരമാണ് മാലാഖമാർ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്, മുഖ്യദൂതന്മാരുടെ ശുശ്രൂഷ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കുവാൻ, ധ്യാനിക്കുവാൻ, അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ ഈശോ തരുന്ന സന്ദർഭമാണ്. ദൈവമക്കളെ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സെപ്റ്റംബർ 26 മുതൽ 30 വരെയുള്ള ഈ ദിനങ്ങളിൽ കർത്താവിൻ്റെ സൈന്യം, ഈ മാലാഖമാരുടെ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ ഒരുങ്ങണം. അനേകരെ ശുശ്രൂഷ അറിയിക്കണമെന്ന് സ്നേഹത്തോടെ താല്പര്യപ്പെടുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടെ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും ആയിരിക്കുന്നിടത്ത് മുട്ടുകുത്തി, എല്ലാവരും മുട്ടുമടക്കി കരങ്ങൾ ഈശോയുടെ മുൻപാൽത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് പ്രാർത്ഥനാപൂർവമായിരിക്കുക. ഈശോ ഈശോ വിളക്കിൻ നടുവിൽ ശോഭപൂർണനാ മാറത്തു പൊൻകച്ച അണിഞ്ഞും കാണുമേശുവേ ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേശുവേ ആരാധന ആരാധന ദിവ്യകാരുണ്യ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ മണിക്കൂറുകളിൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. നരകത്തെക്കുറിച്ച്, നരകത്തിൻ്റെ അസ്തിത്വവും അതിൻ്റെ നിത്യതയും യാഥാർത്ഥ്യവുമെല്ലാം ഈശോയുടെ വചനങ്ങളിലൂടെ, തിരുസഭയുടെ പ്രബോധനങ്ങളിലൂടെ, അപ്പോസ്തലന്മാരുടെ പഠനങ്ങളിലൂടെ, വിശുദ്ധാത്മാക്കളുടെ സാക്ഷ്യങ്ങളിലൂടെ എല്ലാം പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തി തരികയായിരുന്നു. മക്കളെ, അനുതാപ ജീവിതത്തിൻ്റെ, മാനസാന്തര ജീവിതത്തിൻ്റെ ആവശ്യകത പരിശുദ്ധാത്മാവ് നമ്മൾക്ക് കാണിച്ചു തരികയായിരുന്നു. ഇത്ര മഹത്തരമായ രക്ഷയെ ആരെല്ലാം അവഗണിക്കുന്നുവോ അവരെല്ലാം നിത്യനരകത്തിലെത്തുമെന്ന് തിരുവചനം നമ്മളെ ബോധ്യപ്പെടുത്തി. അനുദപിക്കാതെ മാനസാന്തരപ്പെടാത്ത മാരക പാപത്തിൽ ജീവിക്കുന്ന ഒരു ആത്മാവ് മരിച്ചാൽ ഉടനെ നരകത്തിൽ നിബന്ധിക്കുന്നുവെന്ന് കത്തോലിക്ക സഭയുടെ മതബോധനം പഠിപ്പിക്കുകയാണ്. ദൈവമക്കളെ, നമ്മൾ കർത്താവിന്റെ മുമ്പിൽ അനുദപിക്കുമ്പോൾ നമ്മുടെ മേലുള്ള പിശാചിന്റെ പിടികൾ പൊട്ടുകയാണ്. ഹല്ലേലൂയ. പിശാചിന്റെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടു പോവുകയാണ്. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലോട്ട് വരികയാണ്. അനുതാപത്തിന് വലിയ പ്രാധാന്യമുണ്ട്, മാനസാന്തരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മാനസാന്തരപ്പെടാത്ത ഒരു വ്യക്തിയും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. വെളിപാട് 21-27 കണ്ടു, അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. കാപട്യക്കാരെ, മ്ലേച്ഛത പ്രവർത്തിക്കുന്നവരെ, അധികാരത്തെ നിന്ദിക്കുന്നവരെ, സ്വർഗഭോഗികള്, അനീതി പ്രവർത്തിക്കുന്നവരെ, ദൈവദൂഷകരെ, ദൈവനിന്ദകരെ, കള്ളന്മാരെ, വ്യഭിചാരികള്, ഭീരുക്കള്, അലസരെ, അവരനുദപിക്കുന്നില്ലെങ്കിൽ, മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ
സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. മുട്ടുകുത്തി അൾത്താരക്കരകൾ നീട്ടിപ്പിടിക്കേ. അനുതാപമില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടി, മാനസാന്തരമില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടി, സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹരായി ജീവിക്കുന്ന എല്ലാ ആത്മാക്കൾക്ക് വേണ്ടി കർത്താവിന് മുന്നിൽ ചങ്കുപൊട്ടി വിളിക്കേ. ക്രമൊഴുകണം, ക്രമൊഴുകണം, അഭിഷേകം കൊടുക്കണം. നീട്ടിപ്പിടിച്ച് ചങ്കുപൊട്ടി ഉച്ചത്തിൽ വിളിച്ച് കരങ്ങൾ കുരിശാന്തി അല്പത്യാഗത്തോടെ ത്യാഗസഹിച്ച് പ്രാർത്ഥിക്കും മക്കളെ. നമുക്കറിയാം ഫാത്തിമയിലെ ജസീന്ത, അവൾക്ക് 9 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. നരകദർശനം അമ്മ കാണിച്ചു കൊടുത്തപ്പോൾ ആ പാവപ്പെട്ട പെൺകുഞ്ഞ് അവൾ തീരുമാനമെടുത്തു, ഈശോയെ, ഞാൻ ചെയ്യുന്ന പരിത്യാഗ പ്രവർത്തികളൊന്നും ഇവിടെ എത്തുന്നില്ലല്ലോ. നരകത്തിൽ ആത്മാക്കൾ പീഡ അനുഭവിക്കുന്നത് കണ്ടപ്പോൾ ജസീന്ത തീരുമാനിച്ചു, എന്റെ പരിത്യാഗ പ്രവൃത്തി ഇനി ധാരാളം ഞാൻ വർദ്ധിപ്പിക്കും. എൻ്റെ അലസത മൂലം, എന്റെ ഒരുക്കമില്ലായ്മ മൂലം, എന്റെ ഉദാസീനത മൂലം ഒരു ആത്മാവ് പോലും നരകത്തിൽ പോകാൻ ഞാൻ അനുവദിക്കുകയില്ല. ഈശോ 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 കൂടുതൽ പരിത്യാഗം എടുക്കണം ദൈവമക്കളെ. കൂടുതൽ സഹിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ കർത്താവിന്റെ പാപപരിഹാര ബലിയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണം. ഈശോയുടെ സ്നേഹത്തെ പ്രതി നമ്മൾ ഈ സഹനങ്ങൾ ഏറ്റെടുക്കണം. അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും കർത്താവിനോട് നിത്യമഹത്വത്തിൽ വസിക്കാൻ ആഗ്രഹിക്കാൻ. അനുതാപമില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടി, മാനസാന്തരമില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടി, ജഡീക പാപത്തിൽ ജീവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി, ദൈവദൂഷണം ജീവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി, അനീതി ചെയ്ത് ജീവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി, കഠിനമായി ജീവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി, വിശുദ്ധി നഷ്ടപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി, വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ആത്മാക്കൾക്ക് വേണ്ടി, വിശ്വസ്തത ഇല്ലാതെ പോയ ആത്മാക്കൾക്ക് വേണ്ടി ത്യാഗം സഹിച്ച് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്ക്. കർത്താവ് കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും വലിയ കരുണ, വലിയ കരുണ അനുതാപമില്ലാത്ത ആത്മാക്കളിലേക്ക് ഒഴുകപ്പെടട്ടെ. മാനസാന്തരമില്ലാത്ത ആത്മാക്കളിലേക്ക് ഒഴുകപ്പെടട്ടെ. ഈശോയേ, ഈശോയേ, ഈ സമയം നരകമില്ല എന്ന് വിശ്വസിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നരകം അത് വെറും ഒരു സങ്കല്പം മാത്രമാണ്. സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം, ഇതൊക്കെ സങ്കല്പങ്ങൾ മാത്രമാണ്. ഇതൊക്കെ ഒരു മിഥ്യാ ധാരണയാണ്. ഇതൊക്കെ മനുഷ്യന്റെ സൃഷ്ടിയാണ്. ഇതൊന്നും സത്യമല്ല. ഇതെല്ലാം ലോകത്തിൽ തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ആത്മാക്കൾ, ഇതാണ് പിശാചിന്റെ ഏറ്റവും വലിയ ചതി. ഇത് സാത്താന്റെ കൊടും ചതിയാണ്. ഈ ചതി മനസ്സിലാക്കുന്ന അനേക ആത്മാക്കൾക്ക് കഴിയാതെ പോകുന്നു. കാരണം ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞു, കൃപ നഷ്ടപ്പെട്ടു. കാര്യങ്ങൾ വിരിച്ചു പിടിക്കുന്ന ഈ മക്കളെ ത്യാഗം സഹിച്ച് ഇത്തരത്തിലുള്ള ആത്മാക്കളിൽ വിശ്വാസം നിറയാൻ, ബോധ്യമുണ്ടാകാൻ, മാനസാന്തരമുണ്ടാകാൻ, സത്യവിശ്വാസത്തിന് വെളിച്ചം കിട്ടാൻ നമ്മൾ ചങ്കുപൊട്ടിന് 3 പ്രാവശ്യം വിളിക്കുന്നു, യേശുവേ. എല്ലാവരും വിളിച്ച് പ്രാർത്ഥിച്ചു. ഈശോ 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 ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും കൃപ ഒഴുക്കണമേ. ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. നമ്മുടെ പ്രാർത്ഥനകളും പരിത്യാഗ പ്രവർത്തികളും പ്രായശ്ചിത്ത പ്രവർത്തികൾ ഒരുപാട് വർദ്ധിപ്പിക്കണം ദൈവമക്കളെ. 55 ദിവസം നമ്മള് പ്രാർത്ഥനയാ ലോകത്തെ സ്പർശിക്കുന്ന പ്രാർത്ഥന പരിത്യാഗ ശുശ്രൂഷ നടത്തി. അനേക മക്കളെ കർത്താവ് അഭിഷേകം ചെയ്തു.
പരിത്യാഗ അരൂപി കൊടുത്തു. അവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത്. നമ്മൾ പ്രാർത്ഥിക്കണം. നരകത്തിന് അർഹരായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പാപബോധം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അനുതാപം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവിക ജീവൻ അകന്നു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിന്റെ കരുണയെ തിരസ്കരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നരകമില്ലെന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. മക്കളെ, പരിത്യാഗം എടുക്കണം. പ്രായശ്ചിത്ത പ്രവൃത്തികൾ തീക്ഷ്ണതയോടെ ചെയ്യണം. ഇരു കരങ്ങൾ ഉയർത്തി ഒന്ന് വിളിച്ച സ്നേഹത്തോടെ യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. ഒരു നിമിഷം നിങ്ങൾ പരസ്പരം കരങ്ങളൊന്ന് കോർത്ത് പിടിച്ച് ഭവനത്തിലുള്ളവരെ, സമൂഹത്തിലുള്ളവരെ, നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കരങ്ങൾ കോർത്ത് പിടിക്കുക. എല്ലാവരും കൈകൾ കോർത്ത് പിടിക്കുക. ഒരു നിമിഷം നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സഭയെ അറ്റാക്ക് ചെയ്യുന്ന എല്ലാ പൈശാചിക അറ്റാക്സുകളും പരിശുദ്ധാത്മ ശക്തിയാൽ തകർക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അഭിനയ പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വന്യവൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സഭയെ തകർക്കുവാനും തളർത്തുവാനും, സഭയെ ദുർബലപ്പെടുത്തുവാനും, സഭയ്ക്ക് ബലക്ഷയം വരുത്തിവെക്കുവാനും, സഭയിൽ ധീരത വരുത്തുവാനും, സഭയ്ക്ക് അകത്തുനിന്നും പുറത്തുനിന്നും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അവര് കർത്താവിനെ തിരിച്ചോര കൊണ്ട് കഴുകപ്പെടണം. അങ്ങനെ ആത്മാക്കളെ തിരക്തത്താൽ കഴുകപ്പെടണം. തിരക്തക്കടൽ മുക്കപ്പെടണം. പരിശുദ്ധാത്മാവിൽ നിറയപ്പെടണം. പ്രേക്ഷിതരായി തീരണം. സഭ വിരോധികള്, സഭയുടെ നാശം ആഗ്രഹിക്കുന്നവരെ, സഭയെ തകർത്താൻ ആഗ്രഹിക്കുന്നവരെ, സഭയെ തകർക്കാൻ ആഗ്രഹിക്കുന്നവരെ, സഭയുടെ ക്ഷയം ആഗ്രഹിക്കുന്ന മക്കള് പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. സഭയെ വിളിക്കുന്നു യേശുവേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഒരു നിമിഷം ഒരിക്കലും വലത് കര ഉയർത്തി എല്ലാ മാധ്യമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ മാധ്യമങ്ങളും അവരുടെ സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, മൂല്യങ്ങൾക്ക് വേണ്ടി മാധ്യമധർമ്മം നിർവഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അഭിനയ കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞ കൃത്യമായ പ്രസ്താവന വളച്ചൊടിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവരെല്ലാം കൃപ നിറയണം ദൈവമക്കളെ, കൃപ നിറയണം ദൈവമക്കളെ. ഇവിടെ അഭിഷേകം നിറയണം. മാധ്യമങ്ങള്, നവമാധ്യമങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സത്യത്തിന്റെ പ്രവർത്തകരാകുവാൻ, നീതിയുടെ പ്രവർത്തകരാകുവാൻ എല്ലാ മാധ്യമ പ്രവർത്തകരും പരിശുദ്ധാത്മാവിൽ നിറയാൻ നമ്മൾ കരമുയർത്തി ഒരിക്കൽ കൂടെ വിളിക്കുന്നു യേശുവേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമക്കളെ, നമ്മൾ ഈ നിത്യജീവന്റെ സുവിശേഷം എന്ന ഈ ശുശ്രൂഷയിൽ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ചിന്തിക്കുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നവംബർ മാസത്തിൽ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരെ സ്നേഹിക്കാൻ, അവരെ ഓർക്കാൻ തിരുസഭ പ്രത്യേകം നിശ്ചയിച്ചിട്ടുള്ള മാസമാണ്. നവംബർ മാസത്തിൽ വിശുദ്ധമായി നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള പഠന പ്രബോധനങ്ങൾ ഷെക്കൻ ന്യൂസിൽ ഉണ്ടാകും. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് കേൾക്കുന്നില്ല. നാളെ നമ്മൾ നരകത്തിലുള്ള വിവിധ പീഡകളെക്കുറിച്ച് കേൾക്കും. ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച്, ശരീരത്തിൻ്റെ ഉയർപ്പിനെക്കുറിച്ച്, കർത്താവിൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ചെല്ലാം നമ്മൾ ഈ വരും ദിനങ്ങളിൽ കേൾക്കും. നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങണം. ഇനിയുള്ള 3-4 ദിനങ്ങൾ ഇനിയും അറിയാത്ത അനേകരുണ്ട്. അവരെ നിങ്ങൾ ഷെക്കേന ഈ ന്യൂസ് ടി വി പ്രോഗ്രാമിലേക്കും അതുപോലെ ഷെക്കേനയുടെ യൂട്യൂബിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ദൈവമക്കളെ, ഷെക്കേന ന്യൂസിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപാട് പ്രാർത്ഥന ആവശ്യമുണ്ട്. നമ്മൾ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാലോ, തിന്മയ്ക്കെതിരെ നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ ഈശോ പറഞ്ഞു, പ്രാർത്ഥന കൊണ്ട് ഉപവാസം കൊണ്ടല്ലാതെ ഈ തിന്മ വിട്ടുപോവില്ല. വലിയ പ്രാർത്ഥനയുടെ കോട്ട കെട്ടണം. കർത്താവിൻ്റെ സംരക്ഷണം കിട്ടാൻ വേണ്ടി
10,000 നിങ്ങൾ എൻ്റെ സഹോദരി സഹോദരൻ ഇഷ്ടമായിട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ ഇതിൻ്റെ സാമ്പത്തികമായ ആവശ്യങ്ങൾ, ഒരുപാട് ആവശ്യങ്ങളുണ്ട് മക്കളെ. കർത്താവ് വിശ്വസ്തയോടെ കഷ്ടപ്പാടിലും കൈപ്പിടിച്ച് നടത്തുകയാണെങ്കിലും നിങ്ങളുടെ സാധിക്കുന്ന സഹായങ്ങൾ നിങ്ങൾ ഈ മിഷന് വേണ്ടി തരണം. മറ്റു പല വിധത്തിലും അനേകർ ഇതിനെ സ്നേഹിക്കുന്നു, കരുതുന്നു. അവരെല്ലാം ഓർത്ത് നന്ദി പറയുകയാണ്. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു, തലമുറകൾ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കൊണ്ടും സാമ്പത്തികമായി മറ്റു പല വിധത്തിലും ഈ ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഈശോനാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. അവരുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ, തലമുറകളെ, സമൂഹങ്ങളെ, അവരുടെ നിയോഗങ്ങൾ, ആവശ്യങ്ങളെ എല്ലാം ഈശോയെ ഞങ്ങളുടെ നാമത്തിന് അനന്തശക്തിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. സാധിക്കുന്ന എല്ലാവരും നമ്മൾ കരങ്ങൾക്ക് ഒരു നിമിഷം നിങ്ങളെ സാഷ്ടാംഗം പ്രണമിച്ച് ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രത്യേകിച്ച് അനേകർക്ക് അനുതാപം, പാപബോധം ഉണ്ടാകാൻ, എല്ലാ ആത്മാക്കളും വിശുദ്ധീകരിക്കപ്പെടാൻ, ലോക ജനത വിശുദ്ധീകരിക്കപ്പെടാൻ, തിരുസഭ വിശുദ്ധീകരിക്കപ്പെടാൻ, സമർപ്പിത സമൂഹങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ, കൂട്ടായ്മകളെല്ലാം വിശുദ്ധീകരിക്കപ്പെട്ട ഇടങ്ങളായിട്ട് മാറാൻ എല്ലാം സാധിക്കുന്ന ഒരു മുട്ടുകുത്തി സാഷ്ടാംഗം പ്രണമിച്ച് ശിരസ് നിലത്തൊന്ന് മുട്ടിച്ച് നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ കൃപ തരണമേ, നിത്യതയുടെ വെളിച്ചം തരണമേ, കർത്താവേ നിത്യതയുടെ വെളിപാടുകൾ നൽകണമേ, നിത്യതയെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ നിങ്ങൾ ആത്മാവിൽ ആഴപ്പെടുത്തണമേ. സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിൽ അർഹരായി തീർന്നതിനാൽ നിങ്ങൾ ദുഃഖിക്കുന്ന കർത്താവേ, കരുണ കാണിച്ച് കൃപ തന്ന് ഈ ലോകത്തിൽ നിത്യജീവന്റെ ജീവിതം നയിക്കുവാൻ ഞങ്ങളെല്ലാവരും അഭിഷേകം ചെയ്യണമേ. Lord, anoint us. Bless us. Bless us. Oh Lord, bless us. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പ്രിയപ്പെട്ടവരെ, ഇന്ന് കുർബാനയ്ക്ക് സെക്കൻഡ് ന്യൂസിൽ പലപ്പോഴും വരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പോളച്ചൻ 2 കണ്ണുകൾക്കും കാഴ്ചയില്ല. പോളച്ചനെ കാണുമ്പോൾ കർത്താവിൻ്റെ പൗരോഹിത്യം എത്ര വിലപിടിപ്പുള്ളതാണെന്ന് ചിന്തിക്കാറുണ്ട്. നമ്മൾ തീഷ്ണതയോടെ കണ്ണുകൾക്ക് കാഴ്ച കുറവാണെങ്കിലും കർത്താവിന് ജനത്തിന് തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തു കൊടുക്കാൻ തീഷ്ണതയോടെ അച്ഛൻ ഓടുകയാണ്. ഒരു നിമിഷം വലത് കിടന്നുയർത്തി നമ്മുടെ പോളച്ചൻ അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ജനലക്ഷങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാനായിട്ട് അച്ഛൻ എന്ന സമയം ഇതുപോലെ അനേകം വൈദികർ, തീ പിടിച്ച വൈദികരാകുവാൻ, അവരെ സഭയിൽ വലിയ കൃപയായിട്ട് മാറാൻ, ദൈവജനത്തിന് അഭിഷേകമായിട്ട് മാറാൻ ആഗ്രഹിച്ച നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പ്രിയപ്പെട്ട പോളച്ചനെ അനുഗ്രഹിക്കുന്നു. അനേകം വൈദികരെ കാലഘട്ടത്തിൽ അങ്ങ് ഉണർത്തിയിട്ടുണ്ടല്ലോ, തീ പിടിച്ച വൈദികരാക്കി മാറ്റിയിട്ടുണ്ടല്ലോ. ഈശോയെ നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.